ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആദ്യമായിട്ട് എന്നെ ഇങ്ങനൊരു അവസരം അനുവദിച്ചു തന്ന എല്ലാ ലീഡേഴ്സിനോടുമുള്ള സ്നേഹം അറിയിക്കട്ടെ. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംരംഭത്തിന് മുതിരുന്നത്. അതുകൊണ്ട് എല്ലാ പോരായ്മകളും ക്ഷമിച്ചു തരണമേ എന്ന് ആദ്യം തന്നെ പറഞ്ഞോട്ടെ. എന്തെങ്കിലും അബദ്ധങ്ങളുണ്ടെങ്കിൽ അത് ക്ഷമിച്ചു തരണമേ. പ്രത്യേകിച്ച് രായിച്ചായന്റെ സ്നേഹപൂർവമായ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഇവിടെ നിൽക്കുന്നത് എന്ന് പറയുന്നത് യാതൊരു അതിശക്തിയില്ല. അതുകൊണ്ട് തന്നെ എന്നാൽ ഞങ്ങളുടെ ഫാമിലി ആയിട്ടൊന്ന് ഒത്തിരി ഇതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി എഫേർട്ട് എടുക്കുകയും ചെയ്തിട്ടുണ്ട്. എങ്ങനെ വരുമെന്ന് അറിയത്തില്ല. ഐ ഹോപ്പ് ഓൾ ഓഫ് യു വിൽ bear with us the shortcomings whatever it is. പിന്നെ എനിക്ക് അലോട്ട് ചെയ്തിരുന്നത് ബുക്ക് ഓഫ് ആമോസ് ആണ് അലോട്ട് ചെയ്ത് തന്നിരുന്നത്. ഓൾഡ് ടെസ്റ്റമെന്റിലെ മൈനർ പ്രോഫറ്റ്സിലെ ഒരാളാണല്ലോ ബുക്ക് ഓഫ് ആമോസ് പ്രവാചകന്റെ പുസ്തകം. ഞാൻ ഈ സ്റ്റഡി ഇതൊരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റഡി ആയിട്ടാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. കൂടുതൽ കോംപ്ലിക്കേഷൻസോ കൂടുതൽ ഇന്റർപ്രിട്ടേഷൻസോ കൂടുതൽ തിയററ്റിക്കൽ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ തിയോളജിക്കൽ ആയിട്ടുള്ള ഡിവൈൻ ഇന്റർപ്രിട്ടേഷൻസോ ഒന്നും ഞാൻ അറ്റംപ്റ്റ് ചെയ്തിട്ടില്ല. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഫാക്ട്സ് അതുകൂടി പ്രസന്റ് ചെയ്യാൻ ശ്രമിക്കുക. അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന മെസ്സേജ് എന്താണെന്ന് പഠിക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കുക. ബുക്ക് ഓഫ് ആമോസ് ഇസ് എ വെരി സിമ്പിൾ ബുക്ക്. ആമോസ് പ്രവാചകന്റെ പുസ്തകം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കോംപ്ലിക്കേഷൻ ഇല്ലാത്ത ബുക്കാണ്. ബേസിക്കലി ഇത് ഇത്രയേ ഉള്ളൂ. ആമോസ് പ്രവാചകൻ ഇസ്രായേൽ മക്കളോട് മാത്രം, ഇസ്രായേൽ രാജ്യത്തോട് മാത്രമല്ല, ഇസ്രായേൽ രാജ്യത്തിന്റെ അയൽ രാജ്യങ്ങളോടും ചില പ്രോഫസീസ് നടത്തുന്നു. ആ കാലഘട്ടത്തിന്റെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് സ്ലൈഡ്സ് കാണുമ്പോൾ പറയാം. ഞാൻ ജസ്റ്റ് ഒരു ആമുഖമായിട്ട് ഇപ്പോൾ പറയുന്നതേ ഉള്ളൂ. വളരെ ദുഷിച്ച പ്രവൃത്തികളിലും വളരെ ദുഷിച്ചമായ ഒരു സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന സമയമായിരുന്നു. ആ സമയത്ത് ആമോസ് പ്രവാചകൻ വന്ന് ഇസ്രായേൽ മക്കളെ വാൺ ചെയ്യുന്നതും അവർക്ക് വരാൻ പോകുന്ന വലിയ ദുരന്തങ്ങളെക്കുറിച്ചുമാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. അവസാനം ഒരു പോസിറ്റീവായിട്ടുള്ള ലാസ്റ്റ് ഫ്യൂച്ചർ റെസ്റ്റോറേഷനും കൂടി ആമോസ് പ്രവാചകൻ പറയുന്നുണ്ട്. സോ ഇറ്റ്സ് എ വെരി സിമ്പിൾ ബുക്ക്. ഇറ്റ്സ് എ വെരി സ്മോൾ ബുക്ക്. 9 ചാപ്റ്റേഴ്സേ ഉള്ളൂ ടോട്ടൽ 9 ചാപ്റ്റേഴ്സേ ഉള്ളൂ. ആ 9 ചാപ്റ്റേഴ്സ് നമുക്ക് ഈ വരുന്ന സ്ലൈഡ്സിൽ കൂടെ നമുക്ക് ഒന്ന് ക്വിക്കായിട്ട് പഠിക്കാമെന്നാണ് ഞാൻ ഈ സ്റ്റഡിയിൽ കൂടെ വിചാരിക്കുന്നത്. കുറച്ച് ഒരു ഫസ്റ്റ് സെക്ഷൻ കഴിയുമ്പോൾ ചിൽഡ്രന് വേണ്ടിയിട്ട് ഒരു വീഡിയോ ഉണ്ട്. സോ ഐ ഹോപ്പ് ദി ചിൽഡ്രൻ വിൽ വെയിറ്റ് പേഷ്യൻ്റ്ലി ഫോർ ദാറ്റ്, സോ ദാറ്റ് യു ക്യാൻ ബി ലിറ്റിൽ ബിറ്റ് മോർ കുറച്ചും കൂടെ പെട്ടെന്ന് മനസ്സിലാക്കുവാനായിട്ട് അറിയാൻ കഴിയും. പിന്നെ ഈ സ്റ്റഡിയുടെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഹിസ്റ്റോറിക്കൽ ടൈം റെഫറൻസസ് ഹാവ് ബീൻ കെപ്റ്റ് ടു എ മിനിമം. കാരണം നമ്മളത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സുകളിലും കഴിഞ്ഞ സ്റ്റഡി ക്ലാസ്സിലും നോ യുവർ ബൈബിൾ സീരീസിലൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഓരോ കാലഘട്ടങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് മാത്രമേ ഹിസ്റ്റോറിക്കൽ റെഫറൻസസ് ഇവിടെ പഠിച്ചിട്ടുള്ളൂ. എന്നാൽ ആവശ്യത്തിനുള്ളതുകൊണ്ട് തന്നെ കാണുകയും ചെയ്യും. ഇതിൻ്റെ ഫസ്റ്റ് സ്ലൈഡായിട്ട് ഇട്ടിരിക്കുന്നത് ഇതിനകത്ത് ആമോസ് ചാപ്റ്റർ 5 വേഴ്സസ് 24 ആണ് ഇട്ടിരിക്കുന്നത്. ഇതിൽ പറയുന്നതിന് മുമ്പ് ഞാൻ ഈ സ്റ്റഡിക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ഗുഡ് ന്യൂസ് ബൈബിളാണ്. അതുകൊണ്ട് മറ്റുള്ള ഈ ഗുഡ് ന്യൂസ് ബൈബിൾ വെരി സിമ്പിൾ ടു യൂസ് ആൻഡ് വെരി ഈസി ടു അണ്ടർസ്റ്റാൻഡ്. അതിൽ തന്നെ അവർ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നൊക്കെ അവർ പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഗുഡ് ന്യൂസ് ബൈബിൾ എടുത്തിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ സ്റ്റഡിക്ക് വേണ്ടിയിട്ട്. അതുകൊണ്ട് മറ്റു വേർഷൻസ് ബൈബിൾ ഉപയോഗിക്കുന്നവർ സദ്യം ക്ഷമിക്കുമല്ലോ എന്ന് പറയട്ടെ. ആമോസ് 5:24 ആണ് ഫസ്റ്റ് സ്ലൈഡിൽ തന്നെ ഇതിലിട്ടിരിക്കുന്നത്. ഈ ഹോൾ ബുക്ക് ഓഫ് ആമോസിലെ കീ മെസ്സേജ് അല്ലെങ്കിൽ കീ വേഴ്സ് ആയിട്ട് ദൈവശാസ്ത്ര പണ്ഡിതന്മാരും നമ്മൾ കമന്റേറ്റേഴ്സും എല്ലാം പറയുന്ന ഈ വേഴ്സാണ്. Let justice flow like a stream and righteousness like a river that never goes dry. അതായത് ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മൾ പിന്നെ കാണാം. ജസ്റ്റ് പെട്ടെന്നൊന്നും ഞാൻ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. അതായത് ഇസ്രായേൽ മക്കൾ വളരെ ദുഷിച്ചമായ പ്രവൃത്തികൾ മറ്റുള്ളവരെ ഉപദ്രവിക്കുകയും റിപ്രസ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന സമയത്താണ് ആമോസ് നിങ്ങൾ അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല, ജസ്റ്റിസും റൈച്ചസ്നെസ്സും ഉള്ളവരായിട്ടിരിക്കണം. ഇതിൻ്റെ മലയാള വേർഷൻ രശ്മി ഒന്ന് വായിച്ച് സഹായിക്കും. എന്നാൽ ന്യായം നദി പോലെ പ്രവഹിക്കട്ടെ, നീതി ഒരിക്കലും പറ്റാത്ത തോട് പോലെ ഒഴുകട്ടെ. ന്യായവും നീതി, അതാണ് ആമോസ് പ്രവാചകൻ പറയുന്നത് നമ്മുടെ ജീവിതത്തിലും ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിലും വേണ്ടത്. ന്യായവും നീതിയും എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കാണണം. അതാണ് അതിൻ്റെ കീ വേഴ്സ് ആയിട്ട് വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ഫസ്റ്റ് ആയിട്ട് കാണിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വിക്ക് റീക്യാപ്പ്. നമ്മൾ
പഠിച്ചതാണ്, കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചതാണ് മേജർ പ്രോഫിറ്റ്സ് ആൻഡ് മൈനർ പ്രോഫിറ്റ്സ്. ആമോസ് പ്രവാചകൻ ഒരു മൈനർ പ്രോഫിറ്റ് ആയിരുന്നു. മേജർ പ്രോഫിറ്റ്സ് ഐസിയ, ജെറമിയ, എസേക്കിയേൽ, ഡാനിയേൽ. ചില കമന്റേറ്റേഴ്സും ചില സ്റ്റഡീസിലും ഒക്കെ ലാമെന്റേഷൻസും മേജർ പ്രോഫിറ്റ് ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഗുഡ് ന്യൂസ് ബൈബിളിൽ അത് ഈ 4 പേരെ പറയുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ മേജർ പ്രോഫിറ്റ്സ് അവിടെ ഇട്ടിരിക്കുന്നത്. ഈവൻ ദോ ലാമെന്റേഷൻസ് സം കമന്റേറ്റേഴ്സ് ഹാവ് ക്ലാസിഫൈഡ് ആസ് ഇറ്റ് ആസ് എ major prophets, but in the Good News Bible it is classified, Lamentations is classified as a poetic book. So major prophets 4, Isaiah, Jeremiah, Ezekiel, Daniel, and minor prophets Hosea, Joel, Amos, Obadiah, Jonah, Micah, Nahum, Habakkuk, Zephaniah, Ajai, Zechariah, and Malachi. അതിൽ ബെഡിൽ കാണുന്ന ആമോസ് ബുക്കാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. Just a quick recap, what we all know, 12 minor prophets and 4 major prophets. ഓക്കെ, ടൈം ലൈൻസ്, കാലഘട്ടങ്ങൾ. ഇത് നമുക്ക് ആമോസ് പ്രവാചകൻ തൻ്റെ ദൗത്യം നിർവഹിച്ച കാലഘട്ടങ്ങളെ കുറിച്ചൊന്ന് ക്വിക്കായിട്ട് നമുക്ക് നോക്കാം. ടൈം ലൈൻസിനെ കുറിച്ച് ഞാൻ ആദ്യം പറഞ്ഞു, വളരെ ഡീറ്റെയിൽ ഇല്ല, എന്നാൽ കുറച്ച് പോയിന്റ്സ് മാത്രമേ ഞാനിവിടെ ഈ സ്ലൈഡിലൂടെ കാണിക്കുവാനായിട്ട് ഉദ്ദേശിക്കുന്നു. ഒന്ന്, ആമോസ് പ്രവാചകന്റെ പ്രവചനങ്ങൾ 8th century BC, ബിഫോർ ക്രൈസ്റ്റ് 8th century. ആ സമയത്തായിരുന്നു ആമോസ് പ്രവാചകൻ തൻ്റെ പ്രവചനങ്ങൾ നിർവഹിച്ചത്. ആ കാലഘട്ടത്തിൽ ജുദയായിലെ രാജാവായിരുന്നു ഉസിയ രാജാവ്. ഉസിയ രാജാവിനെ കുറിച്ചൊക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഒരുപാട് നമ്മൾ പഠിച്ചതാണ്. എല്ലാ പ്രോഫറ്റ്സിന്റെ മിക്ക കാലഘട്ടങ്ങളിലും ഒക്കെ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ ആ സമയത്ത് ഇസ്രായേലിലെ രാജാവായിരുന്നു കിങ് ജെറോബോം. കിങ് ജെറോബോം വാസ് ദ കിങ് ഓഫ് ഇസ്രായേൽ ആൻഡ് ഉസിയ വാസ് ദ കിങ് ഓഫ് ജുദയ ഡ്യൂറിംഗ് ദ ടൈം when Amos prophesied or when God sent Amos to do the prophecy. പിന്നെ ആമോസ് പ്രവാചകൻ വന്നിരുന്നത് സദേൺ കിങ്ഡം ഓഫ് ജുദയ. ആ സ്പെസിഫിക് ടൗണിന്റെ പേര് അവർ പറയുന്നുണ്ട്. സ്പെസിഫിക് ടൗൺ ഇസ് ടെക്കോവ. സദേൺ കിങ്ഡം ഓഫ് ജുദയയിലായിരുന്നു നാട്ടുകാരൻ. സദേൺ കിങ്ഡം ഓഫ് ജുദയയുടെ നാട്ടുകാരനായിരുന്നു ആമോസ് പ്രവാചകൻ. പിന്നെ വേറൊരു കാര്യം, ടൈം ലൈൻസ്, ആ കാര്യത്തിൽ ഹി വാസ് എ കണ്ടംപററി ഓഫ് ഹൊസേയ, ഐസയ ആൻഡ് ജോന. ഈ 3 പ്രവാചകന്മാരുടെയും സമകാലികനായിരുന്നു. ഇവരെല്ലാം ഒരേ കാലത്തുള്ളവരായിരുന്നു. ഹൊസേയ, ഐസയ, ജോന, ആമോസ് ഇവരെല്ലാം ഒരേ കാലത്ത് ഉള്ളവരായിരുന്നു. ബൈബിളിൽ അങ്ങനെ നമ്മൾ കമന്ററിയിലൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. അവരെല്ലാം ഒരേ കാലത്തുള്ളവരായിരുന്നു. ആ സമയത്ത് തന്നെയാണ് അവരെല്ലാവരും അവരുടെ പ്രവചനങ്ങൾ നിർവഹിച്ചിരുന്നത്. ആമോസ് ഡെലിവേർഡ് ഹിസ് പ്രൊഫസി അഗൈൻസ്റ്റ് ദ പീപ്പിൾ ഓഫ് ദ നോർത്തേൺ കിങ്ഡം ഓഫ് ഇസ്രായേൽ. അതായത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇസ്രായേൽ മക്കളോടാണ് ആമോസ് പ്രവാചകൻ തന്റെ പ്രൊഫസൈസ് ചെയ്തിരുന്നത്. അത് അഗൈൻസ്റ്റ് ദ നോർത്തേൺ കിങ്ഡം, അഗൈൻസ്റ്റ് ദ പീപ്പിൾ ഓഫ് ദ നോർത്തേൺ കിങ്ഡം ഓഫ് ഇസ്രായേലിലോട്ടാണ് പ്രൊഫസൈസ് ചെയ്തിരുന്നത്. പിന്നെ ഈ ഹോൾ ബുക്ക് ഓഫ് ആമോസ് 3ആയിട്ടാണ് ഞാൻ തിരിച്ചിരിക്കുന്നത്. അതായത് ഈ ബൈബിളിൽ തന്നെ അവർ അതിനുള്ള ഗൈഡ് ലൈൻസ് തരുന്നുണ്ട്. 3ആയിട്ടാണ് ഞാൻ തിരിച്ചിരിക്കുന്നത്. ഒന്ന്, ജഡ്ജ്മെന്റ് ഓൺ ഇസ്രായേൽസ് നെയ്ബേഴ്സ്. 2, ജഡ്ജ്മെന്റ് ഓൺ ഇസ്രായേൽ ആൻഡ് 5 വിഷൻസ്. അതിനെക്കുറിച്ചുള്ള സ്ലൈഡ് വരുന്നുണ്ട്. ജസ്റ്റ് ക്വിക്കായിട്ട് പറഞ്ഞതേ. ഇതാണ് ടൈം ലൈൻസിന്റെ ക്ലിയർ ആയിട്ട് ടൈം ലൈൻസ് ഓഫ് ആമോസ്. I hope it's clear, and as I said, these were all, we have covered it in the previous classes. Just a quick recap. You can see King of Judea was Hosea and King of Israel was Jeroboam, and he was a contemporary of Hosea, Isaiah and Jonah. Samagaliyana. Next please. Next we look at the social situation that prevailed in Israel during the time of Amos. ആ കാലത്തെ സാമൂഹികമായ പശ്ചാത്തലം എന്തായിരുന്നു നമുക്ക് നോക്കാം. ആമോസ് പ്രവാചകൻ 8th century BC-യിലാണല്ലോ നമ്മൾ പ്രവചനങ്ങൾ നടത്തിയിരുന്നത്. ആ സമയത്തെ സാമൂഹികമായിട്ടുള്ള ചുറ്റുപാട് എന്താണെന്ന് നമുക്ക് വളരെ പെട്ടെന്ന് നോക്കാം. ഇറ്റ് വാസ് എ ടൈം ഓഫ് ഗ്രേറ്റ് പ്രോസ്പെരിറ്റി ഫോർ ഇസ്രായേൽ. ഇസ്രായേൽ വളരെയധികം പ്രോസ്പെരിറ്റി, അല്ലെങ്കിൽ വളരെയധികം അവർക്ക് നല്ല കാലമായിരുന്നു. ഇസ്രായേലിന്റെ ആ സമയത്ത്. ബിസിനസ്സസ് were doing well, boundaries of the country were expanding. അവരുടെ രാജ്യം വളരെയധികം വലുതായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇറ്റ് വാസ് ത്രൂ വാർ ആൻഡ് കോൺക്വസ്റ്റ്. അത് ആ സമയത്ത് ഇസ്രായേലിന് വളരെയധികം യുദ്ധങ്ങളോടുകൂടി ഒക്കെ ചെയ്ത് അവരുടെ രാജ്യം വലുതായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ കാലഘട്ടത്തിൽ അവിടുത്തെ ബിസിനസ്സുകളെല്ലാം, ഇസ്രായേലിന്റെ ബിസിനസ്സുകളെല്ലാം വളരെ 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 നന്നായിട്ട് പോകുന്നൊരു സമയമായിരുന്നു. The outer lives of the Israelis gleamed with success. അതായത് അഭിവൃദ്ധിയാൽ നിറഞ്ഞതായിരുന്നു അവരുടെ ജീവിതം. പുറമേ നിന്ന് ഒരാൾ നോക്കുമ്പോൾ വളരെയധികം അഭിവൃദ്ധിയായിരുന്നു. പക്ഷേ ഇന്നർ അവരുടെ ലൈഫ്സ് അങ്ങനെയല്ലായിരുന്നു. അവൾ വളരെ മോശമായിരുന്നു. നമ്മൾ ഈ ഫ്യൂച്ചറിൽ നമ്മൾ ഇനിയുള്ള സ്ലൈഡ്സിൽ അത് കാണും. The outer lives of the Israelis gleamed with success. അതായത് വളരെയധികം പണത്തിന്റെ ആർഭാടവും ഒക്കെ കാണിച്ചുകൊണ്ടായിരുന്നു ഇസ്രായേൽ മക്കൾ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നത്.
എന്നാൽ ആ കാലഘട്ടത്തിൽ അവരങ്ങനെ ജീവിച്ചിരുന്നപ്പോൾ തന്നെ പാവപ്പെട്ടവരെ അവർ വളരെയധികം ദ്രോഹിച്ചതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതിന് അഗെയിൻസ്റ്റ് ആയിട്ടൊക്കെ ആമോസ് പ്രവാചകൻ വളരെ ശക്തമായിട്ടുള്ള ഭാഷയിൽ അവരെ ശകാരിക്കുന്നുമുണ്ട്. അന്യായം, അഴിമതി, അത്യാഗ്രഹം, അടിച്ചമർത്തൽ, ഇൻജസ്റ്റിസ്, കറപ്ഷൻ, ഗ്രീഡ്, ഓപ്പറേഷൻ, ഇതെല്ലാം വളരെയധികം കൊടികുത്തി വാണിരുന്ന ഒരു കാലമായിരുന്നു ആ കാലഘട്ടം. പാവപ്പെട്ടവരെ ഈ റിച്ച് ആയിട്ടുള്ള ആൾക്കാർ വളരെയധികം ദ്രോഹിച്ചിരുന്ന ഒരു കാലഘട്ടം. ആ സമയത്താണ് ആമോസ് പ്രവാചകൻ തന്റെ പ്രവചനവുമായിട്ട് ചെല്ലുന്നത്. വളരെയധികം റിലീജിയസ് ഒബ്സർവൻസ് ഉണ്ടായിരുന്നു. എല്ലാവരും പള്ളിയിൽ പോകുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ വളരെയധികം ഉണ്ടായിരുന്നു. എല്ലാവരും വളരെ ഇതായിരുന്നു. പക്ഷെ അത് വളരെയധികം ഇൻസിൻസിയർ ആയിരുന്നു. ഒട്ടും ആത്മാർത്ഥതയില്ലാത്തതായിട്ടുള്ള ഒരു ജസ്റ്റ് ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു ആ കാലഘട്ടത്തെ അവർ പറയുന്ന റിലീജിയസ് ഒബ്സർവൻസ്. ഉള്ളി ഹിപ്പോക്രിറ്റിക്കൽ ഔട്ട്വേർഡ് പിരിറ്റി, കാപട്യം നിറഞ്ഞ ദൈവഭക്തി, കാപട്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് ദൈവത്തിന്റെ ഞാൻ ആരാധിക്കുന്നു എന്ന് അവർ പുറമെ നിന്നെല്ലാം കാണിക്കും, പക്ഷെ ഉള്ളില് അങ്ങനെ ഒരു ചിന്തയേ ഇല്ല. ജസ്റ്റ് ആചാരക്രമങ്ങൾ കാണിക്കുക, പോരുക, ഞാൻ വലിയ ഭക്തനാണെന്ന് ഭാവിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു ആ കാലഘട്ടത്തിൽ ഇസ്രായേൽ മക്കൾ ചെയ്തുകൊണ്ടിരുന്നത്. That's why we say religious observance was insincere and only outward piety was there. There was no inner faith, or there was no inner belonging to God. And the inner lives of the Israelites sank into a pit of moral decay. അസന്മാർഗികമായ ജീവിതമായിട്ട് അവരുടെ ജീവിതം അവർ നയിച്ചു. ടോട്ടലി ഇമ്മോറൽ ആയിട്ടുള്ള ഒരു ജീവിതമാണ് അവർ നയിച്ചിരുന്നത്. സോ ഔട്ട്വേർഡ്ലി they were very much showing piety towards God, but inside they were just doing all sorts of immoral things and leading a very immoral life. അസന്മാർഗമായ ജീവിതത്തിലൂടെ അവരുടെ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. So this was the broadly this was the social situation that was prevailing in 8th century BC when in Israel when Amos came to do his prophecy. So we've seen the timelines of Amosന്റെ കാലഘട്ടവും കണ്ടു. ആ കാലഘട്ടത്തിലെ ഒരു ബാക്ക്ഗ്രൗണ്ട്, ഒരു സാമൂഹിക പശ്ചാത്തലവും നമ്മൾ കണ്ടു. ഈ പശ്ചാത്തലത്തിലോട്ടാണ് ആമോസ് പ്രവാചകനെ ദൈവം തന്റെ പ്രവചനങ്ങൾ നിർവഹിക്കാനായിട്ട് അയക്കുന്നത്. നെക്സ്റ്റ് ഔട്ട്ലൈൻ. ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ബുക്ക് ഓഫ് ആമോസ് 9 ചാപ്റ്റേഴ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതിന് നമുക്ക് ബ്രോഡായിട്ട് 3 ആയിട്ട് തിരിക്കാം. ഒന്ന് ഫസ്റ്റ് വൺ ചാപ്റ്റർ 1 to ചാപ്റ്റർ 2 വേഴ്സ് 5 വരെ ജഡ്ജ്മെന്റ് ഓൺ ഇസ്രായേൽസ് നെയ്ബേഴ്സ്. അതായത് ആമോസ് പ്രവാചകൻ ഇസ്രായേൽ മക്കൾക്കെതിരെ മാത്രമല്ല ജഡ്ജ്മെന്റ് നടത്തിയത്. ഇസ്രായേലിന്റെ നെയ്ബേഴ്സ് ആയിട്ടുള്ള 7 കൺട്രീസ് ഉണ്ടായിരുന്നു. ആ കൺട്രീസും ഇതുപോലെ തന്നെ വഷളത്ത് നിറഞ്ഞവരായിരുന്നു. ആ കൺട്രീസിന് അഗൻസ്റ്റ് ആയിട്ടും ആമോസ് പ്രവാചകൻ തന്റെ പ്രവചനങ്ങൾ നിർവഹിച്ചിരുന്നു. അതാണ് ചാപ്റ്റർ 1 to ചാപ്റ്റർ 2 വേഴ്സ് 5 വരെ പറയുന്നത്. ജഡ്ജ്മെന്റ് ഓൺ ഇസ്രായേൽ നെയ്ബേഴ്സ്. Then the key message, judgment on Israel. അതായത് ഇസ്രായേൽ ദൈവത്തിന്റെ സ്വന്തം ജനതയോട് ആമോസ് പ്രവാചകൻ നടത്തുന്ന ജഡ്ജ്മെന്റ്, ദർശനം, ന്യായവിധി. അവരുടെ ന്യായവിധിയെ കുറിച്ചാണ് ചാപ്റ്റർ 2 വേഴ്സ് 6 തൊട്ട് ചാപ്റ്റർ 6 വരെ പറയുന്നത്. ചാപ്റ്റർ 6 അവസാനം വരെ പറയുന്നത്. പിന്നെ ലാസ്റ്റില് ചാപ്റ്റർ 7 to ചാപ്റ്റർ 9 5 വിഷൻസ്, 5 ദർശനങ്ങൾ കാണുന്നുണ്ട്. 5 വെളിപ്പാടുകൾ ആമോസ് പ്രവാചകൻ കാണുന്നതായിട്ട് നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് 5 ദർശനങ്ങൾ എന്താണെന്നാണ് അവർ പറയുന്നത്. ചാപ്റ്റർ 9 ഈ വിനാശകരമായിട്ടുള്ള ഈ ഭവിഷ്യത്ത് എന്താണ് ഇസ്രായേലിൽ വരുന്നതെന്ന് പറയുന്നതിനൊപ്പം തന്നെ ചാപ്റ്റർ 9 ഫൈനൽ ചാപ്റ്ററിൽ ഫ്യൂച്ചർ റിസ്റ്റോറേഷൻ ഓഫ് ഇസ്രായേലിനെ കുറിച്ചും പറയുന്നുണ്ട്. അതായത് ഇസ്രായേൽ നശിച്ചു പോകുമെങ്കിലും കുറെ കഴിയുമ്പോൾ ദൈവം തന്റെ വാഗ്ദത്തം നിറവേറ്റി ഇസ്രായേലിനെ തിരിച്ച് പ്രോസ്പെറസ് ആക്കുന്നതിനെ കുറിച്ചും പറയുന്നുണ്ട്. അതായത് ലാസ്റ്റ് ഇസ് എ പോസിറ്റീവ് മെസ്സേജ്. ചാപ്റ്റർ 9 അത് പറയുന്നുണ്ട്. ഫ്യൂച്ചർ റിസ്റ്റോറേഷൻ ഓഫ് ഇസ്രായേലിനെ കുറിച്ചും പറയുന്നു. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ലാസ്റ്റ് സ്ലൈഡ്സിലോട്ട് വരുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് കാണാവുന്നതാണ്. Okay, now let's look at the first section of the study, God's judgment on Israel's neighbors, chapter 1 to chapter 2 verse 5. So there were, as I said, seven neighbors of Israel which is recorded here in the book of Amos. One is Syria, that is Damascus; Philistia, which is Gaza; Tyre, Edom, Ammon, Moab and Judea. ഈ 7 രാജ്യങ്ങളെ കുറിച്ചാണ്, അല്ലെങ്കിൽ ഈ 7 അയൽ രാജ്യങ്ങളെ കുറിച്ച് ഈ ബുക്ക് ഓഫ് ആമോസിൽ പ്രതിപാദിക്കുന്നുണ്ട്. സോ ആസ് ഐ സെഡ്, ആമോസ് പ്രവാചകൻ ഇസ്രായേലിന് വേണ്ടി മാത്രമല്ല ഇവർക്കെതിരെയും ആമോസ് പ്രവാചകൻ തന്റെ പ്രവചനങ്ങൾ നിർവഹിച്ചിരുന്നു. ഈ 7 എന്നുള്ള വാക്ക് നമ്മൾ ശ്രദ്ധിച്ചു കാണും. അത് ബൈബിളിൽ ഒരു പ്രത്യേകമായിട്ടുള്ള സ്പെഷ്യൽ സിഗ്നിഫിക്കൻസ് ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ ഏതാനും ആഴ്ച മുമ്പ് നമ്മുടെ മിഷൻ സിറ്റിയിലെ ബ്രദർ ഇവിടെ വന്ന് ക്ലാസ് എടുത്തപ്പോൾ നമ്മളോട് പറയായിരുന്നു 7 എന്നുള്ള അതിന് ബൈബിളിൽ ഒരുപാട് സിഗ്നിഫിക്കൻസ് ഉണ്ട്. ഞാൻ ഈ ബുക്ക് ഓഫ് ആമോസ് പഠിക്കുമ്പോഴും പല സ്ഥലങ്ങളിലും 7 എന്ന് വരുന്നുണ്ട്. മുന്നോട്ടുള്ള
മുന്നോട്ടുള്ള സ്ലൈഡ്സ് കാണുമ്പോൾ നമുക്ക് കാണാം. സോ അത് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യുമായിരുന്നു. ആ ബ്രദർ എന്ന് പറഞ്ഞത് പെട്ടെന്ന് എനിക്ക് അന്ന് സ്ട്രൈക്ക് ചെയ്തത് കണ്ടപ്പോൾ ഈ 7 എന്നുള്ള നമ്പർ. ഇപ്പം ഇവിടെ 7 അയൽ രാജ്യങ്ങളെ കുറിച്ചാണ് ആമോസ് പ്രവാചകൻ പറയുന്നത്. ദ റെലവൻസ് ഓഫ് 7 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ഈ ഇസ്രായേലിലെ ഈ അയൽ രാജ്യങ്ങൾ, അതായത് ഈ 7 അയൽ രാജ്യങ്ങൾ എന്ത് കുറ്റങ്ങളാണ് ചെയ്തത്? വൈ ഡിഡ് ആമോസ് ഫീൽ സോ ആംഗ്രി വിത്ത് ദം ആൻഡ് ദെൻ പ്രൊഫസൈസ് അഗൈൻസ്റ്റ് ദം? അവർ എന്താണ് ഇത്ര മോശമായിട്ട് ചെയ്തിരുന്നത് എന്ന് നമുക്ക് അടുത്ത് നോക്കാം. ഓക്കെ, നെക്സ്റ്റ്. ഫസ്റ്റ് വൺ, സിറിയ, ഡമാസ്കസ്. അവര് പീപ്പിൾ ഓഫ് ഗിലിയാദ്, they treated the people of Gilead with savage cruelty. വളരെ ക്രൂരമായിട്ട് പീപ്പിൾ ഓഫ് ഗിലിയാദിന് എഗൻസ്റ്റ് ആയിട്ട് അവർ പെരുമാറിയതായിട്ടാണ് നമ്മൾ ഈ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണുന്നത്. They used sharp iron tools against them. അതായത് വളരെ ക്രൂരമായിട്ട് അവർക്കെതിരെ പെരുമാറുകയും അവരെ ക്യാപ്റ്റിവിറ്റിയിൽ അവരെ പീഡിപ്പിക്കുകയും ചെയ്തതായിട്ടാണ് നമ്മൾ ഇതിനകത്ത് കാണുന്നത്. അതിനകത്ത് അവർ പറയുന്നത് വളരെ കഠിനമായിട്ടുള്ള ഷാർപ്പ് അയൺ ടൂൾസ് അതൊക്കെ വെച്ചിട്ട് അവരെ ദ്രോഹിച്ചിരുന്നു. അതുകൊണ്ട് വളരെ മോശമായിട്ട് ഈ സിറിയയുടെ ആൾക്കാർ, ഡമാസ്കസിലെ ആൾക്കാർ, പീപ്പിൾ ഓഫ് ഗിലിയാദിലെ ആൾക്കാരോട് പെരുമാറിയതുകൊണ്ട് അവർക്കെതിരെ വളരെ വിനാശകരമായിട്ടുള്ള ഒരു പ്രവചനം ആമോസ് പ്രവാചകൻ നടത്തുന്നു. ഗോഡ് എന്താണ് അവർക്ക് വരാൻ പോകുന്ന ഭവിഷ്യത്ത് എന്താണ്? ഗോഡ് വിൽ ഡിസ്ട്രോയ് ദർ പാലസസ് and the people of Syria will be taken away as prisoners to the land of Israel. അവരുടെ രാജ്യങ്ങളും അവരുടെ കൊട്ടാരങ്ങളും എല്ലാം ദൈവം നശിപ്പിച്ചു കളയുമെന്നാണ് പറയുന്നത്. ഇതാണ് സിറിയ ചെയ്തിരുന്ന കുറ്റം. ഫിലിസ്തീയക്കാർ എന്താ ചെയ്തിരുന്നത്? സെക്കൻഡ് നെയ്ബർ ഫിലിസ്തീയ, അവരെന്താ ചെയ്തിരുന്നത്? they forced many people to leave their villages. Then they sold them as slaves to Edom. ഈദോമിന് അവരുടെ അടിമകളായിട്ട് വിറ്റു. അതായത് പാവപ്പെട്ട ആൾക്കാരെ അവരുടെ വില്ലേജസിൽ നിന്ന് അപ്രൂവ് ചെയ്തിട്ട് ഈദോമിലേക്ക് അവരെ അടിമകളായിട്ട് വിറ്റു. അതാണ് ഈ ഫിലിസ്തീയക്കാർ ചെയ്തിരുന്ന കുറ്റം. പക്ഷേ നമ്മൾ ബൈബിൾ നോക്കുമ്പോൾ, ഓൾഡ് ടെസ്റ്റമെന്റ് നോക്കുമ്പോൾ ടു സെൽ സ്ലേവ്സ് വാസ് ലീഗൽ. ഓൾഡ് ടെസ്റ്റമെന്റ് പല ഭാഗത്ത് ഞാൻ റെഫറൻസസ് പലതും നോട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ സമയത്തോട് പറയുന്നില്ല. എന്നാൽ സ്ലേവ് ട്രേഡ് വാസ് ലീഗൽ. ഓൾഡ് ടെസ്റ്റമെന്റിലെ സ്ലേവ് ട്രേഡ് നമ്മൾ പല ഘട്ടങ്ങളിലും കാണുന്നുണ്ട്. പക്ഷേ എന്നാലും അതിനൊരു രീതി ഉണ്ടായിരുന്നു, അതിനൊരു മാനദണ്ഡങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ സ്ലേവ് ട്രേഡ് നടത്തുന്നതിന്. ബട്ട് ഈ ഫിലിസ്തീയക്കാർ ഈ സമയത്ത് നടത്തിയിരുന്ന സ്ലേവ് ട്രേഡ് ഒട്ടും ആ മാനദണ്ഡങ്ങളോ ദൈവം പറഞ്ഞ മാനദണ്ഡങ്ങളോ ഒന്നും പാലിക്കാനില്ല. വളരെ നിർബന്ധപൂർവമായിട്ടുള്ള ഒരു ഒരു പ്രവൃത്തിയായിരുന്നു അവർ ചെയ്തുകൊണ്ടിരുന്നത്. സോ ഗോഡ് ഹേറ്റഡ് ദ വേ ദി നേഷൻസ് ടോൾഡ് പീപ്പിൾ. സോ ഗോഡ് സിംപ്ലി ഹേറ്റഡ് ദ വേ ദ പീപ്പിൾ ഓഫ് ഫിലിസ്തീയ stole these people and then sold them as slaves. So that is the reason why judgment will fall on Philistia as well. So that's what the prophet Amos says. You did all these bad things to the people of the poor people in the villages. That's why surely God's judgment is going to come on you. So അങ്ങനെയാണ് ഇത് രണ്ടാമത്തെ രാജ്യത്തിന്റെ കുറ്റങ്ങളുമാണ് ഇത്. Okay, now let's move to the next slide. Then Tyre. They made slaves of an entire nation. That is basically the same sin as the previous country, that is Philistia. They made slaves of an entire nation and sent them to exile in Europe. And they did not keep the treaty of friendship they had with the people of Israel, who were their brothers. Same തന്നെയാണ് പറയുന്നത്. കൂടുതലായിട്ട് ആളുകളുടെ വിശകലനങ്ങൾ അതിനകത്ത് കാണുന്നില്ല, ബൈബിളിൽ കാണുന്നില്ല. അതിന്റെ കമന്ററീസും ഒക്കെ വളരെ കുറച്ചാണ് അതിനെക്കുറിച്ച് പറയുന്നത്. Basically the same deficit or same mistake what the people of Philistia did, the people of Tyre also did. And the people of Edom, അവർ ഇസ്രായേൽ മക്കളോട്, അതായത് അവരുടെ അയൽരാജ്യമായിട്ടുള്ള ഇസ്രായേലിനോട് വളരെ ക്രൂരമായിട്ടാണ് പെരുമാറിയത്. They hunted down their relatives, that is nothing but the Israelites, and showed them no mercy. And their anger had no limits, and they never let it die. So they were also the people of Edom also were very angry towards Israel. അതായത് ദൈവത്തിന്റെ സ്വന്തം ജനമായ ഇസ്രായേലിനോട് വളരെ മോശമായിട്ട് പെരുമാറുകയും അവർക്കെതിരെ വളരെയധികം ദേഷ്യം പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഈദോമിനും ടയറിനും ദൈവത്തിന്റെ ശിക്ഷാവിധി, ന്യായവിധി തീർച്ചയായിട്ടും ലഭിക്കും എന്നാണ് ആമോസ് പ്രവാചകൻ പറഞ്ഞത്. അവിടെ വന്നിട്ട് ആമോസ് പ്രവാചകൻ അവർക്കെതിരെ പറയുന്നത്. Next, please. Then the next neighbor was Ammon. അവരുടെ എന്തായിരുന്നു അവരുടെ കുറ്റം? They were greedy for more territory. അത്യാഗ്രഹികളായിരുന്നു. ഉള്ള രാജ്യം പോരായിരുന്നു അവർക്ക് ഇനി അവരുടെ രാജ്യം അവർക്ക് വികസിപ്പിക്കേണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ട് അവർ യുദ്ധങ്ങൾ ധാരാളം നടത്തിയതായിട്ട് കാണുന്നു. യുദ്ധങ്ങൾ ധാരാളം നടത്തി. അതുകൊണ്ട് വളരെയധികം ടെറിട്ടറിക്ക് വേണ്ടിയിട്ട്, അതായത് അവരുടെ രാജ്യം വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ യുദ്ധങ്ങൾ നടത്തിയത് കൊണ്ട് അവർക്കെതിരെ ദൈവത്തിന്റെ ജഡ്ജ്മെന്റ് വരും. They were very cruel towards the captives, even tore open the bodies of pregnant women in Gilead. അതായത് അവരുടെ യുദ്ധങ്ങളിൽ അവരെ പിടിക്കുന്ന അവരുടെ പ്രിസണേഴ്സിനെ ഒന്നും പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യാതെ വളരെ മോശമായിട്ട് അവർ ട്രീറ്റ് ചെയ്തു.
they even tore open the bodies of pregnant women. We can just imagine the extent of cruelty which the people of Ammon subjected their captives. So that was the main deficit, or the main problem God had with Ammon. അതുകൊണ്ട് അപസ്മാനം പറഞ്ഞു, നിനക്കും ഡെഫിനറ്റ്ലി ഗോഡിന്റെ ജഡ്ജ്മെന്റ് വരാൻ പോവാണ്, നീയെ നശിക്കാൻ പോവാണ്. ദെൻ മോവാബിന്റെ കാര്യം വളരെ ഒരു പെക്യുലിയർ, അല്ലെങ്കിൽ വളരെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കുറ്റമാണ് പറയുന്നത്. They dishonored the king of Edom by burning his bones to ashes. അതായത് ഈദോം രാജാവിനെ അവർ പ്രോപ്പറായിട്ട് മരിച്ച ശേഷം അവർ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്തില്ല. In ancient times it was necessary to bury someone properly. അതായത് ഒരാൾ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ശവശരീരത്തിനോട് ഒരു റെസ്പെക്റ്റും ഒക്കെ കാണിച്ച് പ്രോപ്പറായിട്ട് വേണമായിരുന്നു അവർ ചെയ്യാനായിട്ട്. പക്ഷേ അവരെന്ത് ചെയ്തു? ഈ മോവാബിലെ ആൾക്കാർ, ഈ കിങ് ഓഫ് ഈദോമിന്റെ അവര് അസ്ഥികളെല്ലാം കത്തിച്ചു കളഞ്ഞതായിട്ടാണ് പറയുന്നത്. അങ്ങനെ അസ്ഥികളെല്ലാം കത്തിച്ചു കളഞ്ഞതും ദൈവത്തിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. So the God wanted the people of Moab to show respect to the king's body. അതായത് ഒരാൾ മരിച്ചു കഴിഞ്ഞിട്ടും നമ്മുടെ ദേഷ്യം പിന്നെയും തീർക്കുന്ന രീതിയിലാണ് ഈ മോവാബിയർ അന്ന് പെരുമാറിയത്, ഈ കിങ് ഓഫ് ഈദോമിനോട് പെരുമാറിയത്. ആ പെരുമാറിയത് ദൈവത്തിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. കാരണം നമ്മൾ അറിയാലോ, ഒരാൾ മരിച്ചു കിടക്കുമ്പോൾ നമ്മൾ യുദ്ധത്തിൽ തോറ്റു മരിച്ചു, നമ്മൾ പ്രോപ്പറായിട്ട് റെസ്പെക്ട് ചെയ്തിട്ട് അവരെ പ്രോപ്പർ അന്നത്തെ രീതികൾ അനുസരിച്ച് അവരെ ബറി ചെയ്യണമായിരുന്നു. പക്ഷെ ആ ബറിയിലൊന്നും അവർ ചെയ്തില്ല. അവർ പുറമായിട്ട് ബോൺസ് എല്ലാം കത്തിച്ചു കളഞ്ഞു, വിച്ച് വാസ് ടോട്ടലി എഗൻസ്റ്റ് ഗോഡ്സ് വിൽ ആൻഡ് ഗോഡിന്റെ രീതികൾ എഗൻസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് മോവാബുകാരും ദൈവത്തിന്റെ ജഡ്ജ്മെന്റിന് വിധേയരാകുമെന്ന് ആമോസ് പ്രവചകൻ പറഞ്ഞു. Okay, then the last neighbor. Next, Judea എന്ന് പറയുന്നത് ഇറ്റ്സ് ഡിഫറെന്റ് ഫ്രം ദ അതർ നേഷൻ. നമുക്കറിയാലോ, ജുദയ എന്ന് പറയുന്നത് ഇറ്റ്സ് ഡിഫറെന്റ് ഫ്രം ദ അതർ നേഷൻസ്. ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ലോ ഉള്ളതാണ് അവർക്ക്. ജുദയയ്ക്ക് ഒരു സ്പെഷ്യൽ ലോ ഉണ്ടായിരുന്നു. അതർ നേഷൻസ് ജനറൽ ആയിട്ടുള്ള ലോ ആണ് ബ്രേക്ക് ചെയ്തത്. ബട്ട് ജുദയ ബ്രോക്ക് ദ സ്പെഷ്യൽ ലോ വിച്ച് ഇസ് ഫോർ ഗോഡ്സ് പീപ്പിൾ. അതായത് ദൈവത്തിന്റെ സ്വന്തം ജനത്തിനുള്ള ലോ ആയിരുന്നു ജുദയയ്ക്ക് ഉണ്ടായിരുന്നത്. അപ്പം ആ ലോ ആണ് ജുദയ ബ്രേക്ക് ചെയ്തത്. ദൈവത്തിന്റെ കൽപ്പനകളൊന്നും അവര് അനുസരിച്ചില്ല. അവര് despised God's teachings and not kept His commands. Basically, they just plainly disobeyed God, just like what the Israelites did. So, just like what the Israelites did at that time. So, Judea, they were a special people. They had special law. ഒന്നും ദൈവത്തിന്റെ ഉപദേശങ്ങളെ വെറുത്തു. അതുകൊണ്ട് അവർക്കെതിരെ ആമോസ് പ്രവാചകൻ പ്രവചിച്ചു. They worshipped the same false gods that their ancestors saved. കള്ള ദൈവങ്ങളെയും ഒക്കെയാണ് അവര്, വിഗ്രഹാരാധനയൊക്കെ അവര് പ്രാക്ടീസ് ചെയ്തിരുന്നതായിട്ട് കാണുന്നത്. അപ്പൊ അതൊക്കെ ഈ ജുദായക്കെതിരായിട്ടുള്ള ജഡ്ജ്മെന്റിന് കാരണമായി. Their punishment will be the same as the punishment of the other nations. Even though they were special people, അവർക്ക് യാതൊരു ദാക്ഷിണ്യവും ഇല്ല. അവരും ഈ കുറ്റകൃത്യങ്ങളും ഈ ഇതുമെല്ലാം ചെയ്തതുകൊണ്ട് അവർക്കെതിരെ the same judgment will befall on them as with the other 6 neighbors. This is the 7th and last neighbor who also faced God's judgment. Who also faced God's judgment as per the prophecy of Prophet Amos. Okay. ഇപ്പോൾ ഇത്രയും ഇതിലോടുകൂടി നമ്മുടെ ഗോഡ്സ് ജഡ്ജ്മെന്റ് ഓൺ ഇസ്രായേൽസ് നെയ്ബേഴ്സ് വരെ കഴിഞ്ഞു. അതായത് ഫസ്റ്റ് സെക്ഷൻ കഴിഞ്ഞു. ഇനിയുള്ള 2 സെക്ഷൻ പോകുന്നതിന് മുമ്പായിട്ട് ചിൽഡ്രന് ബോറടിക്കാൻ തുടങ്ങിയെന്ന് തോന്നുന്നു. സോ ലെറ്റ്സ് പ്ലേ ദ കിഡ്സ് വീഡിയോ. ഈ കിഡ്സ് വീഡിയോ ഇപ്പോൾ നമുക്ക് പ്ലേ ചെയ്യാം. ഇതൊരു 12 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ ആണ്. അതിൻ്റെ ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞോട്ടെ. ഈ വീഡിയോ ഒരു കാത്തലിക് ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വന്നിരിക്കുന്നത്. നമുക്ക് റിസർച്ച് ചെയ്ത് പറഞ്ഞു കിട്ടിയുള്ളൂ. അതിനകത്ത് കാണുന്ന ചില കാര്യങ്ങളൊന്നും ഈ ഗുഡ് ന്യൂസ് ബൈബിൾ ഇല്ല. അതുകൊണ്ട് ഫ്യൂച്ചറിലുള്ള സ്ലൈഡ്സ് വരുമ്പോൾ ചിലപ്പോൾ അതൊന്നും കാണത്തില്ലെങ്കിൽ സദയം ക്ഷമിക്കുക. അതായത് ലെറ്റ്സ് ജസ്റ്റ് നൗ പ്ലേ ദ വീഡിയോ. So kids, this is for you. Please pay close attention to it. It's only 12 minutes. You can just enjoy it. I'm going to tell you the story of Amos today. During the rule of Jeroboam II, Israel reached the peak of its glory. However, the prosperity was enjoyed only by the rich. The lives of vast majority of the poor were in misery. Heavy taxes and unfair interest on loans forced the poor to slavery. They were auctioned like animals in the slave market. The courts failed to execute justice, and not even the religious system was helpful to the poor. The Lord is my shepherd, nothing in need shall I want. Though I pass through the valley of death. Huh? Amos!
Amos, it's me, Eliphaz. Eliphaz, my friend. Where are you coming from? We are coming from India. We bought some ivory and precious stones from India. Ivory? May I see that? I'm sorry. We sold all of them at Samaria. We stopped there on our way back and sold everything. They must be very rich in Samaria. Certainly they are. Those Sumerians, they don't know what to do with their wealth. What? Who are they? Why are they tied in chains? Who? Oh, them. They are the slaves we bought from Samaria. Slaves? Yes, we bought them for a very cheap price from Samaria. And we are going to sell them in Egypt. We will get a good price for them. Slaves? But how could they? God gave freedom to everyone. My name is Zara. And she's my wife, Miriam. Zira, how did you and your wife end up like this? We are farmers from Jezreel. We are doing fine until last year when the crops failed. So? We couldn't pay the taxes, so borrowed some money from the landlord. But the next year, when we went to return the money, the landlord cheated us by saying that we had to pay double the amount in interest alone. Huh? How can the rich cheat poor farmers like that? That's not it, sir. They cheated people with the weights and measures also. What? Yes, sir. We had to give everything we had, but even that wasn't enough. They took our lands too. And then they took us to the slave market and we were sold to them. But how could someone do that to you? It's not just us, sir. Everybody here will have similar stories to tell you. I'm so sorry to hear that. Wait here. I will go and talk to your master. Look, I have some gold and silver. And I also have these sheep and cattle. Can you take those and sell those people? Huh? So you are now interested in slave trading, huh? Slaves? They are my brothers. All right, calm down. I'll sell them to you. 2 slaves for a cattle and 1 slave for a sheep. Is it a deal? It's a deal. I'll buy all of them. Here you are. Here, take these chains. No, I don't want the chains. I only want the people. Master, we don't know who you are, but we will always be grateful to you. What do you want us to do, Master? No, don't call me that. I'm not your master. I'm an Israelite just like you. I am your brother. Thank you. Thank you so much. Stand up. Listen, everybody. You are no longer a slave to everybody. You are free to go anywhere. I will give you my land for yours to work. You can take that for free. You are truly a great man. Amos freed the slaves he bought, and he gave them his land. That night. How could they sell their own brothers as slaves? Amos. Huh? Who was that? Amos. God? It's you? Amos, what do you see? A plumb line? I have measured my people, Israel, with a plumb line. Huh? They are not upright, so I'm going to knock them down. What shall I do? Go to Israel. I will instruct you there. The voice of God reached Amos like a roaring lion. Amos left for Israel the next day as God had instructed, but the sights that he saw on his way made him really angry. Help! Help! Stop! Stop it! What are you doing to him? Mind your own business. He didn't pay his debts, so we are taking him as a slave. Amos could do nothing to help, so he walked away sadly. But he saw many other similar situations on his way to Israel. Stop it! Stop beating him! Huh? You give me the money he owes me, and I let him go. Do you have the money? I don't have the money. Then go away, you fool. Don't waste my time. What is happening here? Pour more. This is only 20 liters. Huh? But how could that be? I had brought 40 liters. Stop lying and bring me more oil. I think there's been a mistake. This scale is wrong. You are cheating me. How dare you? Take this. Ah! Is this the way you collect your debts? Who are you? Get out of here. Do you have different scales for measure?
Then what are these? Cheating with the scales? There are soldiers here too. No, you won't escape from the Lord with the help of your army. Huh? Go in peace, my friend. The God of Israel is with you. Excuse me, where are you all going? Oh, you didn't know? They have built a large temple in Bethel. And I've heard that the idol there, the golden calf, is really beautiful. Then why those animals? Oh, these are the sacrifices for the god. Can you please tell me how many slaves you have? I have around 150 of them. You crush the poor, take their belongings, and now you're offering sacrifice to please God? What? No, look. Offering to God what is snatched from the poor is like killing a son before his father. Your hands are stained with human blood. God will not be pleased with your sacrifices. How dare you? What are we supposed to do then? You must do justice. You must put an end to slavery. The poor have every right to live freely. You must let them go. In the end, God will judge you for what you do. What he says is the truth. Yes, he must be a prophet. One day, Amos went to the slave market in Samaria. Here, two healthy boys. Bidding starts at 10 shekels for both. 15 shekels! 20. Stop it! Huh? Who's that? How dare you enslave the people who God had liberated? What? How dare you? Stop this slave trade! Stop! Stop this lunatic! Soldiers! Soldiers, stop them! But before they could do anything, the slaves had escaped. They returned to their homeland. Master! Master! Who are you? I was in the slave market today morning and you freed me. It's your right to be free. God has liberated you. But I'm afraid now. What if the soldiers come searching for us? Fear no more. We have the law of the Lord to rule this country. The king and the rich have taken the law into their hands. No, the Lord is the King of Israel. Then what about Jeroboam? He's an impostor who got into power by cheating people. But the priest and the elders are on his side. Don't worry, my brother. All of them have joined their hands in exploiting the poor, but their days are numbered. And one day, Amos was going by a court in Samaria when he stopped by to listen to a hearing. My lord, this man owes me 1,000 shekels, but he is refusing to pay now. Your Honor, I borrowed only 50 shekels, and when I went to repay him, he started lying. I don't know what to do now. Your Honor, may I speak to you for a moment in private? Come here. Listen, if you can give a verdict in my favor, then I will give you 300 shekels. Please, my honor, give us justice. He is lying. Please don't listen to him. Silence! The landlord is right. The accused must pay 1,000 shekels immediately. If he doesn't pay, then confiscate his land, sell his wife and children, and auction him at the slave market by tomorrow. No, please don't. Guards, take him away. No, he is lying. Please help. Stop it. Who is it? You call yourself a judge of Israel? Who are you to question me? You accept bribes and punish the poor. You sentence the innocent to slavery. Order! Order in the court! This isn't a court. You are robbers and murderers, not the judges. It is God who speaks. I have heard the cries of the poor. No one will escape my judgment. Guards, take him away! And the next day, Amos went to the temple where the priests were offering sacrifices. Oh God Almighty, please accept this sacrifice and shower your blessings upon us. Amen! Amen! Give us wealth and prosperity. Give us... Stop your chanting! Who are you? Now listen to these words of God. I hate and despise your feasts and festivals. I hate your offerings. But God has asked us to offer the sacrifices. Go away with your offerings. Never step into this temple again. How dare you? This is the royal temple. You have set up idols against my command. Take them away from my presence. You endorse slavery, encourage corruption, and you worship idols. Amos, watch your mouth. I won't tolerate this arrogance. Let justice roll down like waters, integrity like an unfailing stream. God says,
Your wife shall be forced to go to the streets. Your children will fall by the sword. The people of Israel will be sent into exile because of you. You will die in a foreign land. God holds a plumbing line over Israel. No one shall escape. The king, the priests, and all the judges will be banished. Guards, arrest him. The wrath of God is coming down upon you like a roaring flame. Shut up! Where is your God now? Take him to the prison. Let justice roll down. But Amos' call for justice fell on deaf ears. He was imprisoned and tortured for telling the God's word to the people. Wow, that's such an amazing story, Father. Those rich people in Israel had become so cruel. Yes, Lucy. They ignored God's commandments and led their lives as they desired. His words are like a lion's roar, wasn't it? Yes, Matthew. Now shall I ask you a couple of questions? And I hope the children enjoyed the video. As I said, it gives a very abridged version of what we're trying to say here. But it's a good story, and thanks to Ajai for making that one. അപ്പോൾ അങ്ങനെ നമ്മളിവിടെ കണ്ടിരിക്കുന്ന പോലെ ഇസ്രായേൽ ജനത വളരെയധികം ദുഷിച്ച പ്രവർത്തികളിൽ ഏർപ്പെടുന്നതാണ്. ആമോസ് പ്രവാചകൻ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അതിനെതിരെ സ്റ്റാൻഡ് പ്രൊഫസൈസ് ഒക്കെ നടത്തിയിരിക്കും. Now we go to the next section, God's judgment on Israel. God's judgment on Israel. ഇപ്പം ഇസ്രായേലിൻ്റെ നെയ്ബേഴ്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ഇസ്രായേലിൻ്റെ ജഡ്ജ്മെൻറ്റിനെ കുറിച്ച് നമുക്ക് നോക്കാം. Chapter 2 verses 6 onwards till chapter 6. The heart of Amos' prophecy is the prophecy against Israel itself. Israel against ആയിട്ടുള്ള prophecy. അവരുടെ ദുഷിച്ച പ്രവൃത്തികളായിട്ടുള്ള prophecy. Okay, now let's see what were the sins of Israel. ഇസ്രായേൽ മക്കൾ എന്ത് കുറ്റമാണ് ചെയ്തത്? ഇങ്ങനെയധികം അവരുടെ മേൽ ഇത്രയധികം ദൈവദോഷം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ന്യായവിധി വരുവാനായിട്ട് എന്താണ് അവർ ചെയ്തിരിക്കുന്ന കുറ്റങ്ങൾ നമുക്ക് നോക്കാം. Here again we see 7 sins of Israel described by Prophet Moses. ആ 7 ഞാൻ ക്യാപ്സിൽ ഇട്ടിരിക്കുന്നത് കൊണ്ട് again number 7 is coming up. So the first one, they took advantage of needy people and sold them into slavery. നമ്മളിപ്പം കണ്ടല്ലോ, ഈ വീഡിയോയിൽ കണ്ടല്ലോ, ഒരുപാട് സ്ലേവറി ആൻഡ് സ്ലേവ് ട്രേഡിനെ അവർ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചിരുന്ന ഒരു കാലഘട്ടമാണ്. പാവപ്പെട്ടവരെയൊക്കെ അവരുടെ ഡെറ്റ്സിൽ നിന്ന് അവർ അതായത് കടം എടുത്താലും അവർ പെട്ടെന്ന് തന്നെ തിരിച്ചു കൊടുക്കാനായിട്ടൊരു ഓപ്പർച്യൂണിറ്റി പോലും ഇല്ലാതെ അവരെ ഇമ്മീഡിയറ്റ് ആയിട്ട് അവരെ സ്ലേവ് ആയിട്ട് അങ്ങ് വിൽക്കുവാണ്. These are honest people who would have repaid their debts if given the opportunity. കുറച്ച് സമയം കൂടെ കൊടുത്തിരുന്നെങ്കിൽ അവരുടെ കടകളൊക്കെ വീട്ടുമായിരുന്നു. പക്ഷേ എന്നാലും ഇസ്രായേലുകാർ അവർക്ക് അത് വേണ്ടായിരുന്നു. അവർക്ക് അപ്പം തന്നെ അവരെ വിറ്റിട്ട് പൈസ വാങ്ങിക്കണ്ടായിരുന്നു. So they even sold even honest people who had the capability of repaying their debts. And then they sold them into slavery, which God did not like. And then God said that this is not correct. This is അത് പറ്റത്തില്ല എന്ന് പറഞ്ഞു. അടിമകളാക്കി വിൽക്കുവാനായിട്ട് ഞാൻ അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞു. സെക്കൻഡ് വൺ, they were perverting the legal system to exploit the poor. അത് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കണ്ടു. ഒരു ജഡ്ജ് ബ്രൈബ് വാങ്ങിക്കുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു, കഥ ഉണ്ടായിരുന്നു. So they were perverting the legal system to exploit the poor. നിയമ സംവിധാനത്തെ അവർ ദുരുപയോഗപ്പെടുത്തി. അതായത് റിച്ച് ആൾക്കാരുടെ കൂടെ ഈ ജഡ്ജസ് എല്ലാം പോയിട്ട് അവർക്ക് അനുകൂലമായിട്ട് ജഡ്ജ്മെന്റ്സ് എല്ലാം കൊടുക്കാൻ തുടങ്ങി. And the oppressors long to see the poor reduced to extreme anguish. അപ്പോൾ നമ്മൾ കണ്ടു, ആ വീഡിയോ കണ്ടതുപോലെ ആ പാവപ്പെട്ട ആ മനുഷ്യനിരുന്ന് ഒത്തിരി പ്ലീഡ് ചെയ്യുമായിരുന്നു, കള്ളവാ പറയുന്നത് എന്നുള്ളത്. But still the judge did not listen to it. The judge always favored the rich. They chased the poor to death, starving them by economic means. അങ്ങനെ അവരെ they perverted the legal system and they took advantage of needy people and sold them into slavery. These were 2 sins which we see now. Now let's see what are the other 5 sins which Israel committed, which made God pass severe judgment on Israel. Next, please. Then the third sin was they promised. What they did was abominable sexual immorality. സദാചാര വിരുദ്ധമായ പ്രവൃത്തികളിൽ ഇസ്രായേൽ മക്കൾ ഏർപ്പെട്ടു. അസന്മാർഗികത എവിടെയും കാണപ്പെട്ടു. The law explicitly forbids sexual immorality, but Israelites showed total contempt for the same. അതിനെക്കുറിച്ചൊക്കെ വിവരിക്കുന്നുണ്ട് ഈ ഭാഗങ്ങളിൽ. അവർ ചെയ്തിരുന്ന സദാചാര വിരുദ്ധമായ പ്രവൃത്തികൾ എന്തൊക്കെയാണെന്നൊക്കെ അവർ വിവരിക്കുന്നുണ്ട്. ഇത് ദൈവത്തിന് ഒട്ടും ഇഷ്ടപ്പെടാത്ത കാര്യമായിരുന്നു. It was against God's holy character and it was against God's holy law which God had given to them. So God said that definitely my judgment is going to come on you. Then
Fourth one, വായ്പയ്ക്ക് ഈടായി കൊടുക്കുന്നത് കൊളാട്രൽ ഫോർ ഡെറ്റ്സ്, അതും അവർ തിരിച്ചു കൊടുത്തില്ല. അതായത് ഈ കടം വീട്ടിയ ശേഷവും ഇവര് ഈ ഇസ്രായേൽ മക്കൾ അവരുടെ വായ്പയ്ക്ക് ഈടാക്കി വെച്ചിരുന്ന സാധനങ്ങളൊന്നും തിരിച്ചു കൊടുത്തില്ല. And then they used to, even take these garments and display them at public feasts to honor other gods. അതായത് ഈ വായ്പയ്ക്ക് വേണ്ടിയിട്ട് ഇവർ ഈടാക്കി വെച്ചിരുന്ന സാധനങ്ങളൊക്കെ തിരിച്ചു കൊടുക്കാതെ അത് പബ്ലിക്കായിട്ട് ഡിസ്പ്ലേ ചെയ്തിട്ട് മറ്റുള്ള ദൈവങ്ങളെയൊക്കെ അവർ ആരാധിക്കുന്നതായിട്ടൊക്കെ നമ്മൾ ഇതിനകത്ത് കാണുന്നു. ഇതൊക്കെ ഇതാണ് അടുത്ത നെക്സ്റ്റ് സിൻ വിച്ച് ദ പീപ്പിൾ ഓഫ് ഇസ്രായേൽ ഡിഡ്, സോ ദാറ്റ് God was totally against them. Then number 5, the Israelis were perverting the worship of God. അത് നമ്മളിപ്പോൾ ഇതിൽ കണ്ടു. ഒരു പ്രീസ്റ്റ് വളരെ എന്താ പറയുന്നത് ഔട്ട്വേർഡ് പിയേറ്റിയിൽ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ ആമോസ് വന്ന് വഴക്ക് പറയുന്നത് കാണുന്നുണ്ട്. ദൈവാരാധന അവർ വളരെയധികം വികടമാക്കി. They were drinking wine and holding drinking carousels in the temple of their God, destroying the sanctity of the house of God. അതായത് അവരുടെ ദൈവത്തിന്റെ ആലയം മദ്യപാനത്തിന്റെ ഒരു ഉത്സവമാക്കി മാറ്റിയെന്നാണ് പറയുന്നത്. അവിടെ നിന്ന് കാണിക്കാത്ത എല്ലാ ചീത്ത പ്രവൃത്തികളും ആ ടെമ്പിളിൽ കാണിച്ചു. എല്ലാം ഈ ഔട്ട്വേർഡ് ആയിട്ടുള്ള റിലീജിയസ് പൈക്ക് മാത്രം കാണിച്ചു. യഥാർത്ഥമായിട്ട് ആ ഉള്ളിലൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളിപ്പോൾ കണ്ടതുപോലെ ദിസ് വാസ് ദ നമ്പർ ദ ഫിഫ്ത്ത് വൺ. ദൈവാരാധനയെ അവർ വളരെയധികം വികടമാക്കി. അതും ദൈവത്തിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഈ കാരണം കൊണ്ടും God said that judgment will fall on Israel. വളരെ വളരെ വലിയതായിട്ടുള്ള ഒരു ഭവിഷ്യത്ത് നിന്റെ മേൽ വരാൻ പോവാണെന്ന് ദൈവം ആമോസിലൂടെ പ്രവചിച്ചു. Sixth one is a little bit specific and little bit unique, we can say. അവര് നെസറൈറ്റ്സ് എന്ന് പറഞ്ഞ ഒരു കൂട്ടം ആൾക്കാരുണ്ടായിരുന്നു. They were a group of people who had made special promises to God. ഇസ്രായേൽ മക്കളെ ഈ നെസറൈറ്റ്സിന് അവരുടെ ദൈവവുമായിട്ട് അവർ നടത്തിയിരുന്ന ഉടമ്പടി അല്ലെങ്കിൽ ദൈവവുമായിട്ട് അവർ വെച്ചിരുന്ന അവരുടെ പ്രോമിസസ് ബ്രേക്ക് ചെയ്യാനായിട്ട് അവരെ പ്രചോദിപ്പിച്ചു. എന്താണ് സം ഓഫ് എ ഫ്യൂ പ്രോമിസസ് അവർ കമന്റേറ്റേഴ്സ് പറയുന്നത് ഇതാണ്, ദാറ്റ് they will not cut their hair, they will not drink wine, and they will not touch dead people or things. മദ്യപിക്കത്തില്ല, മുടിവെട്ടത്തില്ല, അതുപോലെ they will not touch dead people or things. അല്ലാത്ത രണ്ട് കമന്റേറ്റേഴ്സ് പറയുന്നത് സാംസൺ ആൻഡ് സാമുവൽ were two prominent Nazarites, whom we are very much സാംസന്റെ കഥയൊക്കെ നമുക്കറിയാം. സാംസൺ ആൻഡ് സാമുവൽ were two prominent Nazarites. സോ ഇസ്രായേൽ മക്കള് അവരെ ഈ നസറൈറ്റ്സിനെ ഈ അവരുടെ പ്രോമിസസും അവരുടെ ഈ രീതികളും ഒക്കെ വ്യതിചലിക്കുവാനായിട്ട് പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു. They were a group of people who had made special promises to God. വാഗ്ദാനങ്ങൾ ദൈവത്തിന് നൽകിയിരുന്നത് അവർ അല്ലെങ്കിൽ പ്രതിജ്ഞ ദൈവത്തിന് മുമ്പിൽ എടുത്തിരുന്നതെല്ലാം അവർ ബ്രേക്ക് ചെയ്യാനായിട്ട് അവരെ പ്രചോദിപ്പിച്ചുകൊണ്ടിരുന്നു. This was the sixth sin which the people of Israel committed against God. And now we look at the last one, number 7. The Israelites ordered the prophets not to speak God's message. അത് നമ്മളിപ്പോൾ ഈ വീഡിയോ കണ്ടു. അതായത് ആമോസ് പ്രവചനം നടത്താൻ പോകുമ്പോൾ അതുപോലെ നീ എന്തിനാ ഇതൊക്കെ പറയുന്നത്, നിർത്താൻ പറയുന്നത്. അതായത് പല പ്രോഫറ്റ്സും ഉണ്ടായിരുന്നില്ല. ആ പ്രോഫറ്റ്സിനോടൊന്നും അവരുടെ മെസ്സേജ് പറയുവാനായിട്ട് ഇസ്രായേൽ മക്കൾ സമ്മതിക്കുന്നില്ല. നമ്മൾ ക്ലിയർ ആയിട്ട് കണ്ടുകൂടെ. എവിടെയൊക്കെയോ ആമോസിന്റെ ഇതിൽ നീ ആരാ നീ എന്തിനാ ഇതൊക്കെ പറയുന്നതെന്ന് ചോദിച്ചാൽ അവരെ അതിന് വിഘ്നം വരുത്തുവാനായിട്ട് അവർ ശ്രമിച്ചുകൊണ്ടിരുന്നു. So this was the seventh sin which the people of Israel did, and which made God pass judgment on Israel. Okay. ഇനി ഇപ്പൊ നമ്മൾ 7 sins of Israel കണ്ടു. ഈ 7 sins കാരണമാണ് ഇസ്രായേൽ മേലിന് വലിയ ന്യായവിധി വരാൻ പോകുന്ന ദൈവം ആമോസിലൂടെ പ്രവചിച്ചത്. ഓക്കെ, നൗ വി വിൽ സീ എന്താണ് ഇസ്രായേലിലോട്ട് വരാൻ പോകുന്ന കാറ്റാസ്ട്രോഫി, അതായത് എന്താണ് പ്രത്യാഘാതങ്ങൾ ദൈവത്തിന് ഇസ്രായേൽ മക്കളിൽ വരുത്താൻ പോകുന്നത് കാണാം. Pronouncements, Israel's coming catastrophe. 7 പാപങ്ങൾക്കുള്ള പ്രത്യാഘാതം ദൈവം ആമോസിലൂടെ അരുളി ചെയ്യുക. ഇവരൊക്കെ ചെയ്ത പാപങ്ങൾക്കുള്ള അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ജഡ്ജ്മെന്റ്സും ഇതൊക്കെ ആയിരിക്കും. God announced to Amos that the enemy would surround the land of Israel and destroy and lose its impressive fortresses. ശത്രു രാജ്യം വന്നിട്ട് ഇസ്രായേലിനെ വളഞ്ഞിട്ട് അവരുടെ കോട്ടകളെല്ലാം തകർത്ത് കളയും. That enemy was none other than Assyria, which overran all Israel in 722 BC. 722 BC അസീരിയ വന്നിട്ട് ഇസ്രായേലിനെ തോൽപ്പിച്ചു കളഞ്ഞു. അതൊക്കെ നമ്മുടെ ബൈബിളിൽ റെഫറൻസസ് ഉണ്ട്, അതിന് പല റെഫറൻസസ് ഓൾഡ് ടെസ്റ്റ്മെന്റിലുണ്ട്. അതാണ് സംഭവിച്ചത്. അപ്പം God announced to Amos that the enemy would surround the land of Israel and destroy and loot its impressive fortresses. That enemy proved to be Assyria. So അങ്ങനെ അസീരിയ വന്നിട്ട് ഈ ഇസ്രായേലിനെ തോൽപ്പിക്കുന്നതായിട്ട് നമ്മൾ കാണും. That was the first.
പക്ഷേ അതിനകത്ത് ഗോഡ് പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ട് ഒരു സ്മോൾ റെമനന്റ് ഓഫ് പീപ്പിൾ വുഡ് സർവൈവ്. എന്നാൽ മാത്രമല്ലേ ആ ഇസ്രായേൽ രാജ്യം നിലനിർത്തത്തുള്ളൂ, എന്നാലല്ലേ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. സോ എല്ലാ ദുഷിച്ചവരെല്ലാം പോകും, ബട്ട് ദ സ്മോൾ റെമനന്റ് ഓഫ് പീപ്പിൾ വുഡ് ബി സർവൈവിംഗ് ദിസ് കാറ്റാസ്ട്രോഫി ഓഫ് അസീരിയൻസ് ഓവർറാനിങ് Israel. Then the third one, God would destroy the pagan altars and luxurious homes which Israelites had built through oppression of their poor brethren. നമ്മളിവിടെ ഇപ്പോൾ വീഡിയോയിൽ കണ്ടതുപോലെ ഈ പൂർ ആൾക്കാരെ അവർ ഒരുപാട് ദ്രോഹിച്ചിട്ട് അവരുടെ പണവും അവരുടെ പൈസയൊക്കെ എടുത്തിട്ട് they built pagan altars and luxurious homes. വിഗ്രഹാരാധനക്കാരുടെ ബലിപീഠങ്ങളൊക്കെ അല്ലെങ്കിൽ വളരെ ദൈവമല്ലാത്ത മറ്റുള്ള ദൈവങ്ങളുടെ ഓൾട്ടേഴ്സ് ബലിപീഠങ്ങൾ ഉണ്ടാക്കുകയും വളരെ ലക്ഷൂറിയസ് ആയിട്ടുള്ള ഹോംസും എല്ലാം ഇസ്രായേൽ മക്കള് ഉണ്ടാക്കിയിരുന്നു. അതെല്ലാം ദൈവം തകർത്ത് കളയുമെന്ന് ആമോസിലൂടെ പറയുകയാണ്. എൻഡ്യൂറിംഗ് മെസ്സേജ്, ഇതിനകത്തുള്ള എൻഡ്യൂറിംഗ് ഒരു മെസ്സേജ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അടിച്ചമർത്തലിലൂടെയും വെട്ടിപ്പിലൂടെയും നേടുന്നതെല്ലാം നശിക്കും. ശാശ്വതമായിട്ടുള്ള ഒരു സന്ദേശമാണ് അത് നമുക്ക് ദൈവം ഈ ആമോസിലൂടെ തരുന്നത്. മറ്റുള്ളവരെ ചതിച്ച് നമ്മൾ എന്ത് നേടിയാലും അത് ദൈവം നശിപ്പിച്ച് കളയും. തൽക്കാലത്തേക്ക് പുറമെ കാണുവാനായിട്ട് കുറച്ച് നേരത്തേക്കെങ്കിലും കാണുമായിരിക്കും, ബട്ട് അൾട്ടിമേറ്റ്ലി ദി എൻഡ്യൂറിംഗ് മെസ്സേജ് ഈസ് ദാറ്റ് it will all whatever we acquire through oppression and fraud adellam nashichu pogum. Life apart from God may yield temporary material gain, but it will surely result in eternal loss. അതായത് താൽക്കാലികമായിട്ടുള്ള ഭൗതികമായിട്ടുള്ള അഭിവൃദ്ധി നമുക്ക് കിട്ടുമായിരിക്കും ത്രൂ ഓപ്പറേഷൻ ഫ്രോഡ് എല്ലാം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ, ബട്ട് അൾട്ടിമേറ്റ്ലി ഗോഡ് വിൽ ഡിസ്ട്രോയ് ഇറ്റ്. In the case of Israel, it happened through Assyria. 700 BC അസീരിയ വന്നിട്ട് ഇസ്രായേലിനെ കംപ്ലീറ്റ് ആയിട്ട് നശിപ്പിച്ചു കളഞ്ഞു. So the message is that നമ്മൾ മറ്റുള്ളവരെ we should not take advantage of the poor or oppressed or needy, but be very considerate and compassionate towards our fellow human beings. പിന്നെ ചാപ്റ്റർ 4 ഇസ്രായേലിലെ സ്ത്രീകളെ കുറിച്ചും പറയുന്നുണ്ട്. The women were equally as bad as the men. It was not only the men, but the women were equally as bad as. അവരെ വിളിക്കുന്നത് ചാപ്റ്റർ 4 വിളിക്കുന്നത് കൗസ് ഓഫ് ബാഷാൻ എന്നാണ് വിളിക്കുന്നത്. അവരെ ബാഷാനെ പശുക്കളെ എന്നാണ് വിളിക്കുന്നത്. അതായത് അവർ അത്രയ്ക്കും മോശമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരുന്നതാണ് ഈ the women of Israel. They were equally as bad as women. They were spoiled and lazy. They ordered their husbands to provide them with all kinds of luxuries. And how did the men pamper these women? Their men had to oppress the poor in order to obtain the same. So God's judgment on Israel not only fell on the men but also on the women. Women also were equally as bad as the men. So that's what prompted Prophet Amos to call them even cows. പശുക്കൾ എന്ന് പോലും അവരെ വിളിക്കേണ്ടി വന്നു. These women would also surely suffer his judgment one day. This was God's Solomon. No mercy would be shown to them. ഒരു കരുണയും അവർക്ക് ലഭിക്കുകയില്ല. സ്ത്രീകളായതുകൊണ്ട് മാത്രം അവർക്ക് ഒരു കരുണയും ദൈവം കൊടുക്കത്തില്ല. Because they were equally as bad and as wilful as the men. വളരെ വഷളത്വം നിറഞ്ഞവരായിരുന്നു അവർ. പിന്നെ അവരുടെ മേലെ വരാൻ പോകുന്ന ജഡ്ജ്മെന്റ് അവർക്ക് എന്തോ വരാൻ പോകുന്നത്. The enemy would tie them in lines with ropes and lead them away. The Assyrians വരുമ്പോൾ അവരെ കയറാല് കെട്ടി വലിച്ചോണ്ട് ഈ സ്ത്രീകളെ വലിച്ചോണ്ട് പോകുന്ന പറയുന്നത്. അതിനുള്ള ആർക്കിയോളജിസ്റ്റ് എവിഡൻസ് കണ്ടെന്നൊക്കെ ചില കമന്റേറ്റേഴ്സ് ഈ ബൈബിൾ കമന്ററിയിൽ അവർ പറയുന്നത്. അതായത് ആക്ച്വലി ദിസ് ഹാപ്പൻഡ്. The enemy would tie them in lines with ropes and lead them away. കയറിൽ കെട്ടി വലിച്ചോണ്ട് പോകും. So the message is that ആണായാലും പെണ്ണായാലും that there will be no compassion or there will be no consideration if we go against God's will, and then if we go against God's will, or if we oppress the poor. Those who oppress the poor and crush the needy in order to support an extravagant lifestyle can expect God's harsh judgment to fall upon them definitely. മറ്റുള്ളവരെ അടിച്ചമർത്തി വളരെ ലാവിഷായിട്ട് ജീവിക്കുന്നവർക്ക് ദൈവത്തിന്റെ വലിയ ശിക്ഷാവിധി നിശ്ചയമായിട്ട് ലഭിക്കും. There is no running away from it. So the enduring message is we should be again be compassionate and considerate. Okay, the next one. Worship, religious hypocrisy. ഇത് നമ്മളിപ്പോൾ വീഡിയോയിൽ കണ്ടു. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെ ബാഹ്യമായിട്ടുള്ള ആചാരങ്ങൾ ആ കാലഘട്ടത്തിൽ ഒത്തിരി ഉണ്ടായിരുന്നു. അതായത് അവർ വളരെ ഔട്ട്വേർഡായിട്ട് വളരെ പിയറ്റിയാണ് കാണിക്കുന്നതിൻ്റെ എൻ്റെ ഈ ആരാധന നീ സ്വീകരിക്കണമേ എന്നൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. ബട്ട് ഇൻ ദർ ഇന്നർ ഹാർട്ട്സ് ദേ വർ വെരി മച്ച് ഹിപ്പോക്രിറ്റിക്കൽ. ആൻഡ് ബൈബിളിൽ നമ്മൾ നോക്കുമ്പോൾ ബുക്ക് ഓഫ് ആമോസ് നോക്കുമ്പോൾ ആമോസ് വളരെ ഒരു സ്പെഷ്യൽ വേ ആണ് ഈ മെസ്സേജ് പറയുന്നത്. അതായത് വളരെ സർക്കാസ്റ്റിക് ആയിട്ടാണ് അവരോട് പറയുന്നത്. ഹി സേസ് ദ ഓപ്പോസിറ്റ് ഓഫ് വാട്ട് ദേ ഷുഡ് ഡു. മീൻസ് വളരെ സർക്കാസ്റ്റിക് ആയിട്ട് പറയുകയാണ്, നീ ബത്തേൽ ആൻഡ് ഗിൽഗൽ ആർ 2 ഇമ്പോർട്ടൻറ്റ് പ്ലേസസ് ഇൻ ദ ഓൾഡ് ടെസ്റ്റ്മെന്റ്. അവരുടെ ആരാധനയ്ക്കായിട്ട് കൊണ്ട് 2 വളരെ ഇമ്പോർട്ടൻറ്റ് സ്ഥലങ്ങളായിരുന്നു ബത്തേൽ ആൻഡ് ഗിൽഗൽ.
കാരണം അവിടെ പോയിട്ട് നീ അവിടെ ചെന്നിട്ട് നിന്റെ പാപം എല്ലാം നീ അങ്ങ് ചെയ്യാൻ പറയുന്നത്. സിൻ വിത്ത് ഓൾ യുവർ മൈറ്റ് എന്നാണ് പറയുന്നത്. അതിരൂക്ഷമായിട്ട് അവരെ പരിഹസിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ആമോസ് പ്രവാചകൻ അവരെ പരിഹസിക്കുകയാണ്. യു ഗോ ടു ബെറ്റൽ ആൻഡ് സിൻ വിത്ത് ഓൾ യുവർ മൈറ്റ്. ഹി സേസ് ദ ഓപ്പോസിറ്റ് ഓഫ് വാട്ട് ദേ ഷുഡ് ഡു. അതായത് വളരെ സർക്കാസ്റ്റിക് ആയിട്ടാണ് അവരോട് അതിനെക്കുറിച്ച് പറയുന്നത്. ദ പീപ്പിൾ വർ കെയർഫുൾ ടു വർഷിപ്പ് റെഗുലർലി ബട്ട് ഇറ്റ് വാസ് എ റിച്വൽ കോൺട്രറി ടു ഗോഡ്സ് വിൽ. വെറും ആചാരക്രമം പാലിക്കാനായിട്ട് വളരെയധികം ശ്രദ്ധാലുക്കളായിരുന്നു ഇസ്രായേൽ മക്കൾ. ബട്ട് ഇറ്റ് വാസ് എ റിച്വൽ വിച്ച് വാസ് കോൺട്രറി ടു ഗോഡ്സ് വിൽ. They loved to practice the acts of worship, but did not love to obey God or care for their oppressed poor fellow beings. അതായത് അവർക്ക് യഥാർത്ഥമായിട്ട് അവരുടെ സ്വന്തം അവരുടെ പാവപ്പെട്ടവരെയും അവരുടെ സഹജീവികളെയും ഒന്നും അവരെ സ്നേഹിക്കുകയോ അവർക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാതെ ജസ്റ്റ് ഔട്ട്വേർഡ് ആയിട്ട് കാണിക്കുന്നുണ്ട്. നമ്മൾ ന്യൂ ടെസ്റ്റമെന്റിലെ പുതിയ നിയമത്തിലെ ബുക്ക് ഓഫ് ജെയിംസ്, യാക്കോബിന്റെ ലേഖനത്തിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, ഫെയ്ത്ത് വിതൗട്ട് ആക്ഷൻസ് ഈസ് ഡെഡ്. ചാപ്റ്റർ 2 ബുക്ക് ഓഫ് ജെയിംസ് പറയുന്നുണ്ട്. അതായത് നമ്മുടെ പ്രവർത്തിക്കില്ലെങ്കിൽ ഫെയ്ത്ത് വിതൗട്ട് ആക്ഷൻസ് ഈസ് ഡെഡ്. വെറുതെ നമ്മുടെ വിശ്വാസം കാണിച്ചിട്ട് കാര്യമില്ല. യു ഹാവ് ടു ബി കെയർഫുൾ ആൻഡ് കൺസിഡറേറ്റ് ആൻഡ് കമ്പാഷനേറ്റ് ടുവേർഡ്സ് യുവർ പുവർ ഫെലോ ബ്രദർ. That was God's message, and God was very angry towards the Israelites because they were very much showing only hypocritical worship. Loving religious activity is not the same as loving God. So ഒരു കീ പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നിയതാണ് കാണുന്നത്. അതായത് ദൈവത്തെ സ്നേഹിക്കുന്നത്, അതായത് പള്ളി പോകുന്നതും ആരാധനയിൽ സംബന്ധിക്കുന്നത്, അതിനെ ഇഷ്ടപ്പെടുന്നതും ദൈവത്തെ ഇഷ്ടപ്പെടുന്നതും രണ്ടും രണ്ടാണ്. ഇറ്റ്സ് ടോട്ടലി 2 different things. പള്ളി ആരാധനയിലും ആ ഇഷ്ടത്തിലൂടെ നമുക്ക് ദൈവത്തിന് ഇഷ്ടപ്പെടാൻ സാധിക്കും. പക്ഷെ അത് അങ്ങനെ വേണം. അതായത് ഈ ആരാധനയും ഈ ക്രമവും മാത്രം നമ്മൾ ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന കാര്യമല്ല. യു ഷുഡ് ഓൾവേസ് ലവ്, യു ഷുഡ് ഓൾസോ ലവ് God in the same way as we love the religious activities, many activities what we perform on a weekly or daily or monthly basis. ഒരു ആചാരക്രമങ്ങളെ സ്നേഹിക്കുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നത് അല്ല. അതാണ് എൻ്റെ ലാസ്റ്റ് പോയിന്റ് കാണിക്കുന്നത്. സോ ഹ്യൂമൻ വർഷിപ്പ് ആൻഡ് റിലീജിയസ് ഹിപ്പോക്രസി ആണ് നമ്മൾ കാണുന്നത്. നെക്സ്റ്റ് റിഫ്യൂസൽ ടു റിപ്പന്റ്. ഇതിപ്പം ആമോസ് പ്രവാചകൻ പിന്നെ ഇവരോട് പറയുന്നുണ്ട്, നിങ്ങൾ ഇതെല്ലാം ചെയ്യുന്നുണ്ട്, നിങ്ങൾ റിപ്പന്റ് ചെയ്യാൻ പറയുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ദേ ആർ നോട്ട് റിപ്പന്റിങ്. ഇസ്രായേൽ മക്കൾ റിപ്പന്റ് ചെയ്യുന്നില്ല, അതായത് പശ്ചാത്തപിക്കുന്ന ഒട്ടുമില്ല. They just plainly refuse to repent. And in the book of Amos we can see again 7 അവിടെ പിന്നെയും പറയുന്നുണ്ട്. 7 പിന്നെ ക്യാപ്ഷൻ ചെയ്യാനിട്ടിരിക്കുന്നത് 7 disciplinary actions that the Lord will bring on the Israelites. അതായത് 7 ശിക്ഷാവിധികൾ അവിടെ വരുത്തുന്നു എന്ന് ആമോസ് പ്രവാചകൻ വീണ്ടും പറയുന്നുണ്ട്. ഫാമിൻ, ഡ്രൗട്ട്, പ്ലാന്റ് ഡിസീസസ്, ഇൻസെക്ട്സ്, പ്ലേഗ്, വാർഫെയർ ആൻഡ് മിലിറ്ററി ഡിഫീറ്റ്. അതായത് ക്ഷാമകാലം വരും, വരൾച്ച വരും, അവരുടെ ചെടികൾ നശിച്ചു പോകും, ജന്തുക്കൾ അവരെ അറ്റാക്ക് ചെയ്യും, പകർച്ചവ്യാധികൾ, യുദ്ധം, പിന്നെ യുദ്ധത്തിൽ തോൽവി, ഇതെല്ലാം അവർക്ക് സംഭവിക്കുമെന്ന് 7 disciplinary actions because they refuse to repent. ആമോസ് പ്രവാചകന്റെ പറയുന്നതൊന്നും അവർ കേൾക്കാതെ they just plain refuse to repent, so they will incur all these 7 disciplinary actions. God sometimes permits his people to suffer so that they will turn back to him, but the Israelites had not done that. ഇസ്രായേൽ മക്കൾ കഠിന ഹൃദയമുള്ളവരായിരുന്നു. കഷ്ടപ്പാടുകൾ വന്നിട്ടും അവർ ദൈവത്തിലേക്ക് തിരിഞ്ഞില്ല, അവർ അഹംഭവിച്ചു പോയി. അതായത് ദൈവം ചിലപ്പോൾ കുറച്ച് പ്രയാസങ്ങളൊക്കെ അവരുടെ മക്കൾക്ക് വരുത്തുക, അതായത് സോ ദാറ്റ് they will come back to God. അതാണ് ഈ ഇസ്രായേൽ മക്കളിൽ വരുത്തിയത്. പക്ഷെ എന്നാലും ഇസ്രായേൽ മക്കൾ വളരെയധികം അവരുടെ ഹൃദയ കാഠിന്യ നിമിത്തം അവരെ they did not come back to God. അങ്ങനെ അവർ വളരെയധികം അഹംഭവിച്ച അപ്പുറത്തേക്കും പോയായിരുന്നു. സോ ഇതെല്ലാം God made it as a reason for judging Israel. Then we go to chapter 5, which is perhaps next slide. A call to repentance. Call to repentance നമ്മൾ ചാപ്റ്റർ 5 കാണുന്നത്. അതായത് ചാപ്റ്റർ 5 ആണ് ഈ ബുക്കിലെ നമ്മൾ ഏറ്റവും ഡീറ്റെയിൽഡ് ആയിട്ട് സ്റ്റഡി ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടത് ഈ ചാപ്റ്റർ 5 ആണ്. കാരണം ഇസ്രായേൽ മക്കളോട് തിരിഞ്ഞ് ദൈവത്തിലേക്ക് വരുവാനായിട്ട് ആമോസ് പ്രവാചകൻ വളരെയധികം അവരെ ഉദ്ഘോഷിപ്പിക്കുകയാണ്. ആമോസ് urged the Israelites to seek good rather than evil so that they could live. പിന്നെ ഈ ചാപ്റ്റർ 5 നമ്മൾ കാണുമ്പോൾ അവരെ ഒത്തിരി ആമോസ് പ്രവാചകൻ പറയുവാണ്, നിങ്ങൾ ദൈവത്തിലേക്ക് തിരിച്ചു വരണം. പ്ലീസ് ഡു നോട്ട് കണ്ടിന്യൂ ടു സിൻ ദ വേ യു ആർ കണ്ടിന്യൂയിങ് ടു സിൻ. ഗോഡ്സ് ജഡ്ജ്മെന്റ് വിൽ ഫോളോ ഓൺ യു. അത് ഒരിക്കലും നിങ്ങൾക്ക് പിന്നെ രക്ഷയില്ലാത്ത രീതിയിലൊക്കെ ഉള്ള ജഡ്ജ്മെന്റിലേക്ക് പോകും, തിരിച്ചു വരാനായിട്ട് പറയുവാണ്. എന്തൊക്കെയാണ് അവരോട് പറയുന്നത്? ആമോസ് പ്രവാചകൻ പറയുന്നത് ചാപ്റ്റർ 5 പറയുന്നത്, ഹേറ്റ് ഈവിൾ, ലവ് ഗുഡ്, എസ്റ്റാബ്ലിഷ്, ഇഷ്ടപ്പെടുക, എസ്റ്റാബ്ലിഷ് ജസ്റ്റിസ്, തിന്മയെ വെറുക്കുക, നന്മയെ ഇഷ്ടപ്പെടുക, ന്യായം പാലിക്കുക. ഈ 3 കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ആമോസ് പ്രവാചകൻ പറയുന്നു. ആദ്യം കാണിച്ച ചാപ്റ്റർ 5 verse 24, കീ വേഴ്സ് ഓഫ് ദ ഹോൾ ബുക്ക്. ഒന്നുകൂടെ അതിനകത്ത് ഞാൻ കാണിക്കുന്നുണ്ട്.
let justice flow like a stream and righteousness like a river that never goes dry. നീതിയും ന്യായവും എപ്പോഴും നടപ്പാക്കണം. ഇതിൽ ഈ ബുക്കിൽ സ്റ്റഡി ചെയ്യുമ്പോൾ പല ഒരു കമൻറ്റേറ്റേഴ്സ് ഒക്കെ പറയുന്നത് ഈ ഹോൾ പ്രോഫറ്റിക് ബുക്സിൽ എസ്പെഷ്യലി മൈനർ പ്രോഫറ്റിക് ബുക്സിൽ ആമോസ് 5:24 ആണ് വൺ ഓഫ് ദ മോസ്റ്റ് കീ വേഴ്സസ്. ആ ഹോൾ കീ വേഴ്സ്, അതായത് പ്രോഫറ്റ്സിൻ്റെ ഇതിൽ അവർ പറയുന്ന നീതിയും ന്യായവും നിങ്ങൾ നടപ്പാക്കണം എന്ന് പറയുന്നത് ഈ വേഴ്സ് ആണ്. അതുകൊണ്ട് ഈ വേഴ്സ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദ ഹോൾ പ്രോഫറ്റിക് ബുക്സ് പറയുന്നത്. ഹോസേയ 6:6 ആൻഡ് മീക്ക 6:8 ഇതും അവർ പറയുന്നുണ്ട്. സമയമില്ലാത്തതുകൊണ്ട് നമ്മളിപ്പോൾ അത് വായിക്കുന്നില്ല, അതൊന്ന് റെഫർ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഹോസേയ 6:6 ആൻഡ് മീക്ക 6:8 ആർ ഓൾസോ ഈക്വലി ഇമ്പോർട്ടൻറ്റ് ആസ് പെർ ദി കീ പ്രോഫറ്റിക് വേഴ്സസ്. അതുപോലെ ചാപ്റ്റർ 5 വേറൊരു വേഴ്സും ഞാൻ കണ്ടത് വളരെയധികം നല്ലൊരു വേഴ്സായിട്ട് തോന്നുന്നത് ചാപ്റ്റർ 5 വേഴ്സ് 15 ആണ്. അതൊന്ന് വായിക്കാമോ? ചാപ്റ്റർ 5 വേഴ്സ് 15. നിങ്ങൾ തിന്മ ദ്വേഷിച്ച് നന്മ ഇച്ഛിച്ച് ഗോപുരത്തെങ്കിൽ ന്യായം നിലനിർത്തുകയും പക്ഷേ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ യോസേഫിൽ ശേഷിപ്പുള്ളവരോട് കൃപ കാണിക്കും. Thank you. Hate what is evil, love what is right, and see that justice prevails in the courts. Perhaps the Lord will be merciful to the people of this nation who are still left alive. This is also a very beautiful verse. ഈ ബുക്കിൽ അതായത് പിന്നെ ആമോസ് പ്രവാചകൻ പറയുന്നത് hate what is evil. ഡയറക്റ്റ് മെസ്സേജ് കൊടുക്കുവാണ്. You just hate what is evil, love what is right, and see that justice prevails in the courts. Perhaps the Lord will be merciful to the people of this nation who are still left alive. അതായത് കുറച്ച് പേർക്കെങ്കിലും രക്ഷപ്പെടുവാനായിട്ട് ഒരു അവസരം പറയുവാണ് ആമോസ് പ്രവാചകൻ പറയുവാണ്. So along with chapter 5 verse 24, which is the verse which is shown in red there, verse 15 also is a key verse in which a direct message is given by Prophet Amos to the people of Israel. So what God wanted from his people is very clear from this message in chapter 5 verse 24 and verse 15. It's a clear statement of the moral and ethical righteousness over mere ritual worship. നമ്മൾ ധാർമ്മികമായിട്ടുള്ള നീതി നടപ്പാക്കണമെന്ന് വീണ്ടും വീണ്ടും ആമോസ് പ്രവാചകനിലൂടെ നമുക്ക് മനസ്സിലാവുകയാണ്. വെറും ആചാരങ്ങളിൽ നമ്മൾ സംതൃപ്തി അടയരുത്. ധാർമ്മികമായിട്ടുള്ള നീതി എപ്പോഴും നടപ്പാക്കാൻ നമ്മൾ ശ്രദ്ധാലുക്കളായിരിക്കണമെന്നാണ് ഈ ചാപ്റ്റർ 5 വേഴ്സ് 24 ആൻഡ് വേഴ്സ് 15 ആമോസ് പ്രവാചകനിലൂടെ ദൈവം നമുക്ക് തരുന്ന മെസ്സേജ്. അങ്ങനെ നമ്മൾ സെക്കൻഡ് പാർട്ടും കഴിഞ്ഞിരിക്കുകയാണ്. ഇനി now we go to the last part. സമയം വളരെയധികം ക്രമിച്ച് വേഗം നിർത്താം. ഇപ്പം God's judgment on Israel's neighbors കഴിഞ്ഞു, God's judgment on Israel കഴിഞ്ഞു. Now we come to the last part, which is the 5 visions of Amos, which is starting from chapter 7 to chapter 9. അതായത് ആമോസ് പ്രവാചകൻ 5 വെളിപ്പാടുകളുണ്ടായി, അല്ലെങ്കിൽ 5 ദർശനങ്ങളുണ്ടായത് നമുക്ക് പെട്ടെന്ന് നോക്കാം. 1. The first vision of Amos, the vision of locusts, വെട്ടുക്കിളികൾ. അതായത് God showed Amos a mass of locusts swarming in the springtime after the first harvest. അതായത് ഈ വെട്ടുക്കിളികൾ വന്നിട്ട് ഇസ്രായേൽ മക്കളുടെ ഈ ഹാർവസ്റ്റ് എല്ലാം നശിക്കുന്നതായിട്ടുള്ള ഒരു വിഷൻ ദൈവം ആമോസിനെ കാണിക്കുന്നതായിട്ട് അവിടെ പറയുന്നുണ്ട്. These locusts ate up everything in green thing in the land. ഇതെല്ലാം കണ്ടപ്പം ആമോസ് പ്രവാചകന് വളരെയധികം സങ്കടം വന്നിട്ട് ദൈവത്തോട് യാചിച്ചു. He pleaded with the Lord to pardon Israel for its covenant unfaithfulness. അതായത് ദൈവമായിട്ടുള്ള ഉടമ്പടി ലംഘനം ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ ആമോസ് പ്രവാചകൻ ദൈവത്തോട് കേണപേക്ഷിച്ചപ്പോൾ ദൈവം ആമോസ് പ്രവാചകന്റെ പ്രാർത്ഥന കേട്ടതായിട്ട് പറയുന്നു. The Lord relented and said that he will not bring a completely devastating judgment on Israel. കുറച്ച് പേരെങ്കിലും ഞങ്ങൾ വായിക്കാം. അതുകൊണ്ട് ഞാൻ ഈ ലോക്കസിന്റെ ഈ പ്ലേഗ് അല്ലെങ്കിൽ ഈ ലോക്കസിന്റെ ഇത് ഞാൻ വരുത്തി തരത്തില്ലെന്ന് ദൈവം ആമോസ് പ്രവാചകനോട് പറഞ്ഞു. ഒരു മെസ്സേജ് പെട്ടെന്ന് തോന്നിയത് അവിടെ റെഡിൽ കുറിച്ചിട്ടുണ്ട് ഞാൻ. The prayers of righteous individuals can alter the events of history. ആമോസ് പ്രവാചകന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. അതായത് ഈ വെട്ടുക്കിളികൾ വരല്ലെന്ന് പറഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, ഓക്കെ, ഞാൻ ഇതിനെ പ്രാർത്ഥനയായിട്ട് ഞാൻ വരുത്തത്തില്ല. അതായത് നീതിമാന്മാരുടെ പ്രാർത്ഥനയ്ക്ക് വളരെയധികം ശക്തിയുണ്ട്. അതുകൊണ്ടാണ് ചരിത്രത്തിന്റെ ഗതി തന്നെ അത് മാറ്റിമറിക്കാനായിട്ട് സാധിക്കും. സോ ഇറ്റ് ക്യാൻ ഓൾട്ടർ ദി ഇവന്റ്സ് ഓഫ് ഹിസ്റ്ററി. അതുകൊണ്ട് നീതിമാന്റെ പ്രാർത്ഥനയ്ക്ക് വളരെയധികം ശക്തിയുണ്ടെന്ന് നമുക്ക് ഈ വിഷനിലൂടെ ദൈവം നമുക്ക് പറഞ്ഞു തരുന്നു. നെക്സ്റ്റ്, after the vision of locusts, God showed Amos a vision of fire. അതായത് തീയുടെ ഒരു ദർശനം കാണിച്ചു. What basically was that in a great fire was burning up everything. അതായത് സകലതും നശിപ്പിച്ചു കളയായിരുന്നു. ഇസ്രായേലിലുള്ള സകലതും ഈ തീ വളരെ ഒരു തീ വന്ന് കത്തിച്ചാമ്പലാക്കുകയായിരുന്നാണ് പറയുന്നത്. അത് ഓർത്ത് വയ്ക്കുക. അവർ പറയുന്നത് the fire burnt up the ocean under the, അതായത് കടൽ വരെ കത്തിച്ചു കളഞ്ഞെന്നാണ് പറയുന്നത്. So just imagine the severity of the punishment which God was bringing upon Israel. The fire burnt up the ocean under the earth and started to burn up the land. അതായത് ആദ്യം ഈ കടൽ മുഴുവൻ കത്തിച്ച് കളയുന്നിട്ട്
പിന്നെ ലാൻഡ് ലോഡ് വരിക എന്ന് പറയുന്നത്. സോ വി ക്യാൻ ജസ്റ്റ് ഇമാജിൻ ദ സിവിയറിറ്റി. ആൻഡ് the same thing happened. Amos pleaded with the Lord not to let this happen, and God said this will not happen. അവിടെ ദൈവം ആമോസിന്റെ ഇത് കേൾക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. Then we move to the third vision. Next, please. Then we move to the third vision. The third vision which God showed Amos was a vision of a plumb line. ഈ plumb line എന്ന് പറയുന്നത് മലയാളത്തിൽ അതിന് തൂക്കുകട്ട എന്നാണ് പറയുന്നത്. അതായത് it is used to determine whether it is used by masons. അതായത് ഈ കെട്ടിടം പണിയുന്നവർ ഉപയോഗിക്കുന്ന മേസ്ത്രിമാർ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഈ പ്ലംബ് ലൈൻ എന്ന് പറയുന്നത്, തൂക്കുകട്ട. അതിനെക്കുറിച്ച് പറയുന്നത് ഇറ്റ് ഈസ് യൂസ് ടു ഡിറ്റർമിൻ വെദർ സംതിങ് ഇസ് എക്സാക്ട്ലി വെർട്ടിക്കൽ സച്ച് ആസ് എ വാൾ. അതായത് ഒരു മതിൽ കെട്ടിക്കഴിഞ്ഞാൽ അത് കറക്റ്റ് ആയിട്ട് അതിന്റെ അലൈൻമെന്റ് എല്ലാം കറക്റ്റ് ആണോ, അത് അതിന്റെ മെഷർമെന്റ്സ് എല്ലാം കറക്റ്റ് ആണോ എന്ന് അളക്കുന്ന ഒരു സാധനമാണ് പ്ലംബ് ലൈൻ. അത് നമ്മൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ നമ്മൾ കണ്ടായിരുന്നു, പെട്ടെന്ന് കാണിച്ചായിരുന്നു ഒരു സാധനം പ്ലംബ് ലൈൻ വരെ കാണിച്ചായിരുന്നു വീഡിയോ കാണിച്ചത്. സോ ദാറ്റ് ഇസ് വാട്ട് ഇസ് മെന്റ് ബൈ പ്ലംബ് ലൈൻ. തൂക്കുകട്ട എന്നാണ് അതിന് മലയാളം ബൈബിളിൽ അതിന് പറയുന്നത്. What was God using that for? God was using that plumb line to measure the wall to see if it was truly upright. അതായത് ഇസ്രായേൽ എന്ന രാജ്യം ആ ഒരു മതിലിനോട് ഉപമിച്ചിട്ട് ആ മതില് കറക്റ്റ് ആയിട്ടാണോ ഇരിക്കുന്നതെന്ന് അറിയാനായിട്ട് ദൈവമായി പ്ലംബ് ലൈൻ ഉപയോഗിക്കുന്നതായിട്ട് ആമോസ് പ്രവാചകൻ കാണുകയാണ്. അത് കണ്ടിട്ട് ദൈവം ആമോസ് പ്രവാചകനോട് പറയുകയാണ് ഇനി രക്ഷയില്ല. ആമോസ് പ്രവാചകനോട് പറയുകയാണ് ഇസ്രായേൽ മക്കൾ വളരെയധികം വ്യതിചലിച്ചു പോയി, അതുകൊണ്ട് ഞാൻ എൻ്റെ മൈൻഡ് മാറ്റത്തില്ല എന്ന് പറയുകയാണ്. ഇസ്രായേൽ മക്കളോട് ഞാൻ ഒരു ദാക്ഷിണ്യവും കാണിക്കത്തില്ല എന്ന് ക്ലിയർ ആയിട്ട് ആമോസ് പ്രവാചകനോട് ദൈവം പറയുവാണ്. നീ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, ഐ എം നോട്ട് ഗോയിങ് ടു ചേഞ്ച് മൈ മൈൻഡ് എന്ന് പറയുന്നത്. സോ ആമോസ് ഡിഡ് നോട്ട് ഇന്റർവീൻ ഹിയർ. ഇവിടെ നമ്മൾ ബൈബിൾ നോക്കുമ്പോൾ ആദ്യത്തെ 2 വിഷനിൽ പറയുന്ന പോലെ വിഷനിൽ ദൈവത്തോട് യാചിച്ചതുപോലെ ഈ തേർഡ് വിഷൻ ആയപ്പോൾ ആമോസ് പ്രവാചകൻ യാചിക്കുന്നില്ല. ബിക്കോസ് God had already made up his mind that he was going to punish Israel, and there was no going back on his decision. ആമോസ് ഇവിടെ ഇടപെട്ടിട്ടില്ല, കാരണം ദൈവം തീരുമാനിച്ചു കഴിഞ്ഞായിരുന്നു ഇസ്രായേൽ മക്കളെ ഞാൻ ശിക്ഷിക്കാൻ പോകുന്നു. സോ ദാറ്റ് ഇസ് ദ തേർഡ് വിഷൻ വിച്ച് ഗോഡ് ഷോഡ് പ്രൊഫറ്റ് ആമോസ്. Now we go to the fourth vision. The vision of a basket of fruit. അതൊരു വളരെ സിമ്പിൾ ആയിട്ടാണ് കാണിക്കുന്നത്. പഴങ്ങൾ നിറഞ്ഞ ഒരു ബാസ്ക്കറ്റ്, ഒരു കൊട്ട ആണ് കാണിക്കുന്നത്. അതിനകത്ത് അവര് കമന്റേറ്റേഴ്സ് അതിനെ വ്യാഖ്യാനിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് ഇസ്രായേൽ വാസ് റൈപ്പ് ഫോർ ജഡ്ജ്മെന്റ്. ന്യായവിധിക്ക് അനുയോജ്യമായ സമയമായിരുന്നു. അത് പഴുത്തതായിട്ടാണ് കാണുന്നത്. ബൈബിളിൽ ഗുഡ് ബൈബിളിൽ റൈപ്പ് എന്ന് പറയുന്നില്ല, ഫ്രൂട്ട് എന്ന് പറയുന്നത്. ബട്ട് കമന്റേറ്റേഴ്സ് അതിന് വ്യാഖ്യാനിക്കുന്നത് ഇങ്ങനെയായിരുന്നു. അതൊരു ഫ്രൂട്ട് വളരെ റൈപ്പായിട്ടുള്ള ഫ്രൂട്ട് ആയിരുന്നു. ആൻഡ് ദാറ്റ് ഡിനോട്ടഡ് ദാറ്റ് ഇസ്രായേൽ വാസ് നൗ റൈപ്പ് ഫോർ ജഡ്ജ്മെന്റ്. ദൈവത്തിന്റെ ന്യായവിധിക്ക് അനുയോജ്യമായ സമയമായിരുന്നു എന്നാണ് അവർ വ്യാഖ്യാനിക്കുന്നത്. As we read in the earlier the plumb line വിഷനെ വായിച്ചതുപോലെ ഇസ്രായേലിനോട് ഒരു കരുണയും ഉണ്ടാകത്തില്ലെന്ന് അണിശമായിട്ടും ഈ പ്രവചനത്തിലൂടെ നമുക്ക് മനസ്സിലാവും. Like rotten fruit, the dead bodies of the Israelites would be thrown away. ചീഞ്ഞളഞ്ഞ പഴങ്ങൾ പോലെ ഇസ്രായേലിന്റെ ശവശരീരങ്ങൾ എറിഞ്ഞു കളയപ്പെടുമെന്നാണ് പറയുന്നത്. This was the fourth vision which God showed Amos. Now we go to the next vision, last vision. A vision of the Lord by the altar. Okay, this is the most important vision. അതായത് ദൈവത്തെ കാണുവാണ്. ഈ വിഷൻ അതായത് ബലിപീഠത്തിന് മുന്നേ ദൈവം നിൽക്കുന്നത് ആമോസ് കാണുവാണ്. So this can be construed as one of the most important visions and one of the most important parts of this whole book, because God, it is saying that Amos saw God standing beside the altar. ആമോസ് ദൈവത്തെ കണ്ടു. എന്നിട്ട് എന്താണ് ദൈവം ആ ഓൾട്ടറിന്റെ ആ ബലിപീഠത്തിന് അടുത്ത് നിന്നുകൊണ്ട് ദൈവം എന്താണ് ചെയ്യുന്നത്? The Lord gave a command that someone would strike the tops of the temple columns so hard that the whole porch will shake. ആ someone ആരാന്ന് ഇവിടെ പറയുന്നില്ല, ബട്ട് കമന്റേറ്റേഴ്സ് ഒക്കെ പറയുന്നത് ഇവിടെ മാലാഖമാരോടായിരിക്കും പറയുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് ആ ടെമ്പിൾ കോളംസ്, അതായത് ഇവരുടെ ഈ പള്ളിനെ അത്രയ്ക്ക് വലിയൊരു ശക്തിയുള്ള അടി കൊടുക്കും. സോ ദാറ്റ് ദ ഹോൾ ടെമ്പിൾ വിൽ ബി ഡിസ്ട്രോയ്ഡ് ആൻഡ് ഓൾസോ ആ പൂമുഖം മുഴുവൻ കുലുങ്ങി പോകുന്ന രീതിയിലുള്ള വളരെ ശക്തമായിട്ടുള്ള ഒരു അടി അവർക്ക് ആ ടെമ്പിളിൽ കൊടുക്കുമെന്നാണ് ഈ വിഷനിലൂടെ ദൈവം ആമോസിനെ കാണിക്കുന്നത്. which will denote nothing but widespread destruction and no escape for the Israelites. അതായത് ദൈവത്തിന്റെ സ്വന്തം ടെമ്പിൾ തകർക്കുന്നതായിട്ട് പറയുമ്പോൾ we can just imagine the scale of destruction that is going to happen to the rest of the buildings and rest of the territories in Israel. വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടാവും, ഒരു രക്ഷപ്പെടാനും സാധ്യമല്ല. എന്നാൽ ആ വിഷനിൽ തന്നെ ആ ചാപ്റ്റർ 9 ആ വിഷനിൽ തന്നെ പറയുന്നുണ്ട് God would sift the Israelites, അതായത് വേർതിരിച്ചെടുക്കപ്പെടും. നമ്മൾ നേരത്തെ വായിച്ചു കുറച്ചു പേരെങ്കിലും ദൈവം വിടുവിക്കുമെന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ചാപ്റ്റർ 5 verse 15 നമ്മൾ പറയുന്നത് കുറച്ച് പേരെങ്കിലും നിന്ന് പോട്ടെ എന്ന് പറയുന്നത്. അതായത് എല്ലാ ഇസ്രായേൽ മക്കളും ചീത്തയല്ലായിരുന്നില്ല,
God would sift the Israelites to separate the people deserving judgment from the righteous few. Definitely he will sift them. വേർതിരിച്ചെടുക്കും. നല്ലവരെയും ചീത്തവരെയും ദൈവം വേർതിരിച്ചെടുക്കും. ന്യായവിധിക്ക് അർഹപ്പെട്ടവരെ ന്യായവിധിക്ക് ദൈവം വിധേയമാകും. മറ്റുള്ളവരെ ദൈവം വെറുതെ വിടും. അങ്ങനെയാണല്ലോ. എന്നാൽ മാത്രമല്ല ഇസ്രായേൽ ജനതയ്ക്ക് പിന്നെയും കൂടുതൽ മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കത്തുള്ളൂ. So God would definitely sift the Israelites to separate the people deserving judgment from the righteous one. So these were the five. This was the five visions which God showed Amos. അതാണ് പറയുന്നത്. ഇനി the last part, chapter 9. Chapter 9 last പാർട്ടിലോട്ട് നമ്മൾ വരുവാണ്. Next slide please. Previous slide. Future solution of Israel. This one. The future restoration of Israel. ഇതാണ് ആമോസ് പ്രവാചകത്തിന്റെ ചാപ്റ്റർ 9 ലാസ്റ്റ് പാർട്ടാണ്. ചാപ്റ്റർ 9 വേഴ്സ് 11 തൊട്ട് ലാസ്റ്റ് വരെ പറയാണ്. ഇതെല്ലാം പറഞ്ഞിട്ടും അവസാനം ഇത്രയും നമ്മളൊരു ഡിസ്ട്രക്ഷന്റെ ഒരു നാശത്തിന്റെ ഒക്കെ മെസ്സേജാണ് ആമോസ് പ്രവാചകൻ കൊടുത്തിട്ടുണ്ട്. ഫൈനലി വി ഗെറ്റ് എ പോസിറ്റീവ് മെസ്സേജ് ഫ്രം ദ പ്രൊഫറ്റ് ആമോസ്. ദ ഫ്യൂച്ചർ റെസ്റ്റോറേഷൻ ഓഫ് ഇസ്രായേൽ. ഇസ്രായേലിനെ നശിപ്പിച്ച് ദൈവം നശിപ്പിച്ച് കളയുമെങ്കിലും ദൈവം ഇസ്രായേലിനെ തിരിച്ച് റിസ്റ്റോർ ചെയ്യും. A positive message. Amos prophesies that a day would come and the Lord would restore the kingdom of David. ദാവീദിന്റെ സിംഹാസനം പുനഃസ്ഥാപിക്കപ്പെടും. Definitely it will be restored. അങ്ങനെ ആമോസ് പ്രവാചകനിലൂടെ പറയുന്നു ഇവരോട്. ഇസ്രായേൽ once again be superior to all the nations. മറ്റുള്ള രാജ്യങ്ങളെക്കാൾ ശ്രേഷ്ഠ പദവി ഇസ്രായേലിന് ലഭിക്കും. യഥേഷ്ടം ഭക്ഷണവും പാനീയവും ലഭിക്കും. അവരുടെ നഗരങ്ങളെല്ലാം പുനർനിർമ്മിക്കപ്പെടും. ഇതെല്ലാം നാശങ്ങളെല്ലാം വന്നാലും ഇതെല്ലാം തിരിച്ച് വരും. പിന്നെ അവർക്ക് അവരുടെ സ്വന്തം ദേശത്ത് പാർക്കാനാവും. ഒരിക്കലും അവിടെ നിന്ന് ഇനി അവർക്ക് പറിച്ച് നടപ്പെടുത്തും പോകത്തില്ല. അതായത് ദൈവത്തിന്റെ വാഗ്ദത്തമാണല്ലോ ഇസ്രായേലിനെ ഞാൻ എൻ്റെ സ്വന്തം ജനം എന്നല്ല പറയും. അപ്പൊ എൻ്റെ സ്വന്തം ജനത്തെ ഞാൻ കൈവിടത്തില്ല എന്നുള്ള ഒരു ലാസ്റ്റ് ഫൈനൽ ആയിട്ടുള്ള ഫ്യൂച്ചർ റിസ്റ്റോറേഷൻ ഓഫ് ഇസ്രായേൽ പോസിറ്റീവ് മെസ്സേജോടുകൂടിയാണ് ആമോസ് പ്രവാചകൻ തന്റെ പ്രോഫസി അവസാനിപ്പിക്കുന്നത്. അതായത് എല്ലാ നഷ്ടങ്ങൾക്ക് ശേഷം there is still hope and then I will definitely restore Israel once again എന്നാണ് ഈ മെസ്സേജിലൂടെ the future restoration of Israel പറയുന്നത്. Next slide. ലാസ്റ്റ് സ്ലൈഡ് ആണ് ഞാൻ കാണിക്കുന്നത്. കീ മെസ്സേജസ്. അതായത് പല കമന്റേറ്റേഴ്സും പലതും ഈ പ്രോഫറ്റ് ആമോസിന്റെ ഇതിലൊക്കെ മെസ്സേജസ് പലതും പറയുന്നുണ്ട്. എനിക്ക് സ്ട്രൈക്ക് ചെയ്തത്, ഞാൻ സ്റ്റഡി ചെയ്തപ്പോൾ എനിക്ക് സ്ട്രൈക്ക് ചെയ്ത 3 സ്മോൾ മെസ്സേജസ് മാത്രമാണ് ഞാനിവിടെ ലാസ്റ്റ് സ്ലൈഡിൽ പറയുന്നത്. God blesses people so that they can be channels of blessing to others. ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്ന മറ്റുള്ളവർക്ക് കൂടി അത് പകരാനാണ്. അതായത് ദൈവം ഇസ്രായേൽ മക്കളെ വളരെയധികം അനുഗ്രഹിച്ചു. പക്ഷെ ആ ഇസ്രായേൽ മക്കളെ ദൈവം അനുഗ്രഹിച്ച് നമ്മൾ കണ്ടു. ആദ്യം വളരെ അധികം പ്രോസ്പെറസ് ആയിരുന്നു. പക്ഷെ അതൊന്നും അവരെന്ത് ചെയ്തു, ആ പ്രോസ്പെരിറ്റി ഒന്നും നന്നായിട്ട് ഉപയോഗിക്കാതെ they try to just oppress the other people. നമ്മൾ സ്വാർത്ഥന്മാരാവരുത്, മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നവരായിരിക്കും. അതിനുവേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നത്. So we should not squander these blessings selfishly. Our prayer should always be that make me a blessing to someone today. അതായത് എന്നെ ഒരു അനുഗ്രഹമാക്കണം, മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമാക്കണമേ എന്ന് പറയും. ഇസ്രായേൽ മക്കൾ ചെയ്ത പോലെ നമ്മൾ ചെയ്യാൻ പാടില്ല. ദാറ്റ് വാസ് ഫസ്റ്റ് മെസ്സേജ് ആണ് എനിക്ക് തോന്നുന്നത്. സെക്കൻഡ് വൺ വാസ് ദാറ്റ് അതായത് ദൈവത്തിന്റെ സ്വന്തം ജനത്തിന്, ഇസ്രായേൽ ദൈവത്തിന്റെ സ്വന്തം ജനമാണ്, അവർക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങളുണ്ട്. മറ്റുള്ള ഈ അവരുടെ നെയ്ബേഴ്സിനെ കുറിച്ചുള്ള ജഡ്ജ്മെന്റ് ഒക്കെ നമ്മൾ പറഞ്ഞു. പക്ഷെ അവരുടെ നെയ്ബേഴ്സിനെക്കാട്ടിലൊക്കെ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിരുന്നു ഇസ്രായേൽ മക്കൾക്ക്. അതായത് ദൈവത്തിന്റെ സ്വന്തം ജനമാണ് അവര്, അതുകൊണ്ട് അവർ നന്നായിട്ട് ജീവിക്കണമെന്നത്. So people who have the light of God's truth live with greater responsibility than those who live in darkness. അതായത് നമ്മൾ ക്രിസ്ത്യാനികളായ നമുക്ക് കൂടുതൽ ഉത്തരവാദിത്തമുണ്ട്. നമ്മുടെ അന്യജാതിക്കാർ ജീവിക്കുന്ന പോലെ അല്ല നമ്മൾ ജീവിക്കുന്നത്. So God's punishment would be more severe if his own people stray away from his teachings. അതായത് ഇസ്രായേലിന്റെ നെയ്ബേഴ്സിന് വന്നിരിക്കുന്ന കൊടുത്തിരിക്കുന്ന ജഡ്ജ്മെന്റിനെ കാട്ടി കൂടുതൽ ശിക്ഷാവിധിയാണ് ഇസ്രായേലിന് ദൈവം കൊടുത്തത്. അതായത് സമ്പൂർണ്ണ നാശം, ഇസ്രായേലിന്റെ സമ്പൂർണ്ണ നാശമാണ് വിളിച്ചത്. അത് എന്തുകൊണ്ടാണ്? എന്റെ സ്വന്തം ജനമായിട്ടും കൂടെ എന്നിൽ നിന്ന് നിങ്ങൾ വേർപെട്ടുപോയി. സെയിം മെസ്സേജസ് ഫോർ us also, I believe that we as Christians should be more careful in following God's message and then making sure that we follow God's teachings. And the third and final message, what I feel from what I got from what I think is relevant from the book of Amos is the ultimate by the promise of ഈ നാശനഷ്ടമൊക്കെ വന്നാന്ന് പറഞ്ഞാലും ചാപ്റ്റർ 9 ലാസ്റ്റിൽ പറയുന്നുണ്ട് ഇസ്രായേൽ will be restored. ഇസ്രായേലിനെ ദൈവം തിരിച്ചു വെക്കും. അതായത് we see that God always keeps his word. അതായത് ദൈവം വാക്ക് മാറാത്തതാണ്. അതായത് ഇസ്രായേൽ എന്റെ സ്വന്തം ജനമാണ്, ഞാൻ അവരെ പരിപാലിക്കും എന്ന്, അവർക്ക് നഷ്ടത്തിൽ നിന്ന്
ദൈവത്തിന്റെ വാക്ക് ദൈവം പാലിക്കുന്നതായിട്ട് കാണുന്നു. ദൈവം വാക്ക് മാറാത്തവനാണ്. എല്ലാ വാഗ്ദത്തങ്ങളും ദൈവം നിറവേറ്റും. ഇസ്രായേലിന് ചെയ്ത വാഗ്ദാനങ്ങൾ അവൻ നിറവേറ്റിയതുപോലെ നമ്മളോടുള്ള വാഗ്ദത്തങ്ങൾ ദൈവം നിറവേറ്റും. നമ്മൾ നമ്മുടെ ജോലി നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ ഇസ്രായേലിനോട് ദൈവം ചെയ്ത വാഗ്ദത്തങ്ങൾ നിറവേറ്റിയതുപോലെ തന്നെ നമ്മളോടുള്ള വാഗ്ദത്തങ്ങൾ ദൈവം നിറവേറ്റി. ഈ 3 മെസ്സേജാണ് ഈ പ്രോപ്പർട്ടി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ഞാൻ പെട്ടെന്ന് മനസ്സിലാക്കിയത്. അതിൽ നിന്നും കാണുന്നു. സമയം അനുവദിച്ച് ഒരു 15 മിനിറ്റ് കൂടുതലായിട്ട് ക്ഷമിക്കണമെന്ന് അറിയിക്കുന്നു. സ്പെഷ്യൽ താങ്ക് യു ഫോർ കുറച്ച് പേരുടെ പേരെടുത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. താങ്ക്സ്. ഫസ്റ്റ് വൺ ഷെറിൽ, താങ്ക് യു ഫോർ പ്രൊവൈഡിങ് ഇൻവാല്യൂബിൾ റെഫറൻസ് മെറ്റീരിയൽ നോട്ട്സ്. ഷെറിൽ ഒരുപാട് മെറ്റീരിയൽ നോട്ട്സ് ഒക്കെ എനിക്ക് അയച്ചു തന്നു. ഷെറിൽ പ്രിപ്പയർ ചെയ്തിരുന്നത് അത് വെച്ച് ഉപയോഗിച്ച് എനിക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരുന്നു. സോ താങ്ക് യു വെരി മച്ച് ഷെറിൽ ഫോർ ദാറ്റ്. സെക്കൻഡ് അജയ് ഫോർ ഓൾ ദി എൻകറേജ്മെന്റ്. ഇങ്ങനെ ഒരു അവസരം തന്നതിലും ഇങ്ങനെ ഒരു വളരെയധികം എൻകറേജ്മെന്റ് തന്നതിലും. പിന്നെ ചിൽഡ്രൻസ് വീഡിയോ മുഴുവൻ അയച്ചതിന്റെ പണിയാണ്, ഞാനൊന്നും ചെയ്തില്ല. ചിൽഡ്രൻസ് വീഡിയോ ആൻഡ് ഫോർ ഓൾ ദി എൻകറേജ്മെന്റ് താങ്ക് യു അജയ് ഫോർ ഓൾ യുവർ സപ്പോർട്ട്. Third, Reshmi for all the moral support and prayers during the study. കഴിഞ്ഞ കുറേ ആഴ്ചയായിട്ട് വീക്കെൻഡൊന്നും പുറത്തു പോകാതിരുന്നില്ല, ജിമ്മിലൊക്കെ. Thank you for all the moral support. And last but not the least, Ajai for all the technical designing of the slides and special effects. ഈ സ്ലൈഡ്സ് എല്ലാം ഡിസൈൻ ചെയ്തത് ഇതിന്റെ എഫക്ട്സ് ഒക്കെ അവരുടെ വകയാണ്, ഞാനൊന്നും ചെയ്തതല്ല. ഞാൻ മെറ്റീരിയൽ മാത്രമേ കൊടുത്തുള്ളൂ. So thank you once again for all. Thank you for this.